ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിലെ മലബാറിലേക്ക്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഒരു ചെറിയ പറമ്പിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ആ പറമ്പിലിരുന്നു കൊണ്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന പിൽക്കാലത്ത് മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ വിളിച്ച ആ മഹാപ്രതിഭ ചരിത്രം തിരുത്തിക്കുറിച്ചത്. വാളുകൊണ്ടോ വെടിയുണ്ട കൊണ്ടോ അല്ല, മറിച്ച് മൂർച്ചയുള്ള ഒരു ഇരുമ്പു നാരായവും ഉണങ്ങിയ പനയോലകളും കൊണ്ടാണ് അദ്ദേഹം ഒരു ജനതയെ മുഴുവൻ ഒന്നിപ്പിച്ചത്. ആധുനിക കേരളത്തെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രൂപത്തിലേക്കും സംസ്കാരത്തിലേക്കും ഭാഷയിലേക്കും എത്തിച്ചതിൽ ഇദ്ദേഹത്തോളം പങ്കുവഹിച്ച മറ്റൊരാളില്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാളം ഇത്ര മനോഹരമാകുമായിരുന്നില്ല. ഈ കഥയിൽ നിറയെ അത്ഭുതങ്ങളുണ്ട്. സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന അറിവിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം എങ്ങനെ കടന്നു ചെന്നു? ഒരു പച്ചക്കിളിയെക്കൊണ്ട് കഥ പറയിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്താണ്? എന്തിനാണ് അദ്ദേഹം അക്ഷരങ്ങളെ എങ്ങനെ ചിട്ടപ്പെടുത്തിയത്? തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിന്ന് അറിയാൻ പോകുന്നു. പക്ഷെ പേടിക്കണ്ട, ക്ലൈമാക്സ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഒന്നുറപ്പിച്ചു പറയാം, മദ്യപാനിയായ ശിഷ്യനും അസൂയമൂത്ത എതിരാളികളും എണ്ണയില്ലാത്ത വിളക്കുമൊക്കെയായി ഒരു സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ ഈ ജീവിതത്തിലുണ്ട്. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ വെട്ടത്തുനാട് എന്നറിയപ്പെട്ടിരുന്ന പഴയ നാട്ടുരാജ്യത്തിലേക്ക് ഒന്ന് മനസ്സുകൊണ്ടു പോകാം. ഇന്നത്തെ തിരൂർ താലൂക്ക് ഉൾപ്പെടുന്ന പ്രദേശമാണിത്. അവിടെ എപ്പോഴും കാറ്റിൽ ഉപ്പും മണ്ണും കലർന്നൊരു പ്രത്യേക മണമുണ്ടായിരുന്നു. അറബിക്കടലിൽ നിന്ന് വീശുന്ന കാറ്റ് തെങ്ങോലകളെ ഇളക്കി മറിക്കുന്ന കാലം. പക്ഷേ അന്നത്തെ കേരളം ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല കേട്ടോ. പോർച്ചുഗീസുകാർ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. വിദേശ ശക്തികളും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധങ്ങളും വെടിമരുന്നിൻ്റെ ഗന്ധവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടവും എല്ലാം കൂടി ആകപ്പാടെ ഒരു ബഹളമയമായ അന്തരീക്ഷം. രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്കന്നത്തെ സാമൂഹിക അവസ്ഥയൊന്ന് നോക്കാം. അതൊരു വല്ലാത്ത കാലമായിരുന്നു. ജാതിയും മതവും മനുഷ്യരെ പല തട്ടുകളിലായി തിരിച്ചു നിർത്തിയിരുന്ന കാലം. അറിവ് എന്നത് ചില പ്രത്യേക ജാതിക്കാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സ്വകാര്യ സ്വത്തായിരുന്നു. സംസ്കൃതമെന്ന ദേവഭാഷ പഠിക്കാനോ വേദങ്ങൾ കേൾക്കാനോ സാധാരണക്കാർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അക്ഷരം പഠിക്കുക എന്നത് തന്നെ ഒരു വലിയ കുറ്റകൃത്യമായി കണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനധികം അകലെയല്ലാതെ തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്ത് നമ്മുടെ നായകൻ ജനിക്കുന്നത്. ചരിത്രരേഖകളിൽ ഇദ്ദേഹത്തിൻ്റെ ജനന തീയതിയോ മാതാപിതാക്കളുടെ പേരോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ചിലർ പറയുന്നു അദ്ദേഹം ചക്കാല നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന്, മറ്റു ചിലർ കണിശൻ വിഭാഗമാണെന്നും തർക്കിക്കുന്നുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, അദ്ദേഹം അന്നത്തെ ഉന്നത കുലജാതരായ നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട നിലയിലായിരുന്നു. പക്ഷേ ആ കുട്ടി സാധാരണ കുട്ടിയായിരുന്നില്ല. തുഞ്ചൻ പറമ്പിലെ മണ്ണിൽ കളിച്ചു വളരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചെവികൾ എപ്പോഴും തുറന്നിരുന്നത് അറിവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാനായിരുന്നു. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുയരുന്ന മന്ത്രോച്ചാരണങ്ങളും വഴിയരികിലെ പാട്ടുകളുമെല്ലാം അദ്ദേഹം ശ്രദ്ധിച്ചു. അന്നത്തെ ഭാഷയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വശത്ത് പണ്ഡിതന്മാർ മാത്രം സംസാരിക്കുന്ന കടുപ്പമേറിയ സംസ്കൃതം,
മറുവശത്ത് സാധാരണക്കാർ സംസാരിക്കുന്ന തമിഴും മലയാളവും കൂടി കലർന്ന ഒരു നാടൻ ഭാഷ. ഇതിനിടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായിരുന്നു യഥാർത്ഥ മലയാളം. സാഹിത്യമെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെ സ്തുതിക്കാനും ദേവദാസികളെ വർണ്ണിക്കാനും മാത്രമുള്ളൊരു ഉപാധിയായി മാറിയിരുന്നു അക്കാലത്ത്. നമ്മുടെ കൊച്ചു രാമാനുജൻ ഇതൊക്കെ കണ്ടു വളരുകയാണ്. അന്നത്തെ കാലത്ത് സ്കൂളിൽ പോവുക എന്നൊരു പരിപാടിയില്ലല്ലോ, ഗുരുകുലങ്ങളാണുള്ളത്. അവിടെയാണെങ്കിൽ പ്രവേശനം കിട്ടുക എന്നത് ബാലികേറ മലയാണ്. എന്നാൽ രാമാനുജൻ എന്ന ബാലൻ്റെ ഉള്ളിൽ അണയാത്തൊരു തീയുണ്ടായിരുന്നു, അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം. ആരും പഠിപ്പിച്ചില്ലെങ്കിലും കേട്ടു പഠിക്കാനുള്ള അസാമാന്യമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തുഞ്ചൻ പറമ്പിലെ ആ പഴയ വീട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓല മേഞ്ഞ മേൽക്കൂരയും ചാണകം മെഴുകിയ തറയും, മുറ്റത്ത് നിറയെ മരങ്ങൾ. അവിടെ ഒരു കാഞ്ഞിരമരമുണ്ടായിരുന്നു. പിൽക്കാലത്ത് തുഞ്ചൻ പറമ്പിൻ്റെ തന്നെ പ്രതീകമായി മാറിയ ആ കാഞ്ഞിരമരം. ഇതിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. സാധാരണ കാഞ്ഞിരത്തിൻ്റെ ഇലകൾക്ക് ഭയങ്കര കയ്പാണ് അല്ലേ? എന്നാൽ തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തിൻ്റെ ഇലകൾക്ക് മധുരമാണത്രേ. എഴുത്തച്ഛൻ തൻ്റെ നാരായവും എഴുത്തോലകളും അവിടെ സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണോ ഈ മാറ്റം വന്നതെന്ന് പഴമക്കാർ അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്. സത്യമെന്തായാലും ആ മരച്ചുവട്ടിലിരുന്നാണ് മലയാള ഭാഷയുടെ വിധി അദ്ദേഹം തിരുത്തി എഴുതിയത്. യുവാവായ രാമാനുജൻ തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചു. ജനങ്ങൾ ആത്മീയമായി ദരിദ്രരായിരുന്നു. അവർക്ക് ഭക്തിയോ സദാചാരമോ മനസ്സിലാക്കാൻ തക്കവണ്ണം ലളിതമായ ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെയില്ല. ഉള്ളതെല്ലാം സംസ്കൃതത്തിൻ്റെ ഇരുമ്പു മതിലുകൾക്കുള്ളിലാണ്. ഇതിനൊരു മാറ്റം വരണം, അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ എങ്ങനെ? അന്നത്തെ സാമൂഹിക നിയമങ്ങളെ വെല്ലുവിളിക്കുക എന്നത് ജീവനു തന്നെ ഭീഷണിയുള്ള കാര്യമാണ്. നാട്ടുപ്രമാണിമാരും യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരും എന്തിനും മടിക്കാത്തവരാണ്. പക്ഷേ രാമാനുജൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് ഈ മതിലുകൾ തകർക്കണം. പക്ഷേ ബലം പ്രയോഗിച്ചല്ല, അക്ഷരങ്ങൾ കൊണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതം അക്ഷരങ്ങൾക്കായി ഒഴിഞ്ഞുവയ്ക്കാൻ തീരുമാനിച്ച നിമിഷമായിരുന്നു അത്. വെറുമൊരു സാധാരണക്കാരനായി ജനിച്ച അദ്ദേഹം എഴുത്തച്ഛൻ എന്ന പദവിയിലേക്ക്, അതായത് അക്ഷരങ്ങളുടെ പിതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയരാനുള്ള യാത്ര അവിടെ ആരംഭിക്കുകയായിരുന്നു. അക്കാലത്തെ സാഹിത്യമെന്ന് പറയുന്നത് മണിപ്രവാളം എന്നൊരു വിചിത്രമായ ശൈലിയായിരുന്നു. സംസ്കൃതവും മലയാളവും കൂട്ടിക്കുഴച്ചുള്ള ഒരിനം. മാണിക്യവും പവിഴവും കോർത്ത മാല എന്നൊക്കെയാണ് കവികൾ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. കേൾക്കാൻ നല്ല രസമാണെങ്കിലും സാധാരണക്കാരന് ഇതിൻ്റെ അർത്ഥം പിടികിട്ടില്ല. അർത്ഥം മനസ്സിലാകാത്ത കവിതകൾ കൊണ്ട് എന്ത് കാര്യം? രാമാനുജൻ ഇതിനെ വെറുത്തു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് വേണ്ടത് പച്ചയായ, മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന, ആർക്കും മനസ്സിലാകുന്ന ഭാഷയായിരുന്നു. തൻ്റെ ഈ ലക്ഷ്യം നിറവേറ്റാൻ തിരൂർ വിട്ട് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. നാട്ടിലെ അറിവുകൾ മതിയാകാതെ വരുന്നു. കൂടുതൽ ആഴത്തിൽ പഠിക്കണം. വേദങ്ങളും ഉപനിഷത്തുകളും മനസ്സിലാക്കണം. അതിന് ദേശാടനമല്ലാതെ വേറെ വഴിയില്ല. വീട്ടിലെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ഭാണ്ഡവും തോളിലിട്ട് അറിവ് തേടിയിറങ്ങാൻ അദ്ദേഹം തയ്യാറെടുക്കുന്ന ആ ഒരു ചിത്രത്തോടെ നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത പോലെയാണ് ഇപ്പോൾ തുഞ്ചൻ പറമ്പ്. ചരിത്രം മാറാൻ പോവുകയാണ്. യാത്ര തുടങ്ങി സുഹൃത്തുക്കളെ. നമ്മൾ നേരത്തെ കണ്ട ആ ചെറുപ്പക്കാരൻ തുഞ്ചത്തെ പറമ്പിലെ പൊടിമണ്ണിൽ നിന്ന് എഴുന്നേറ്റ് ലോകം കാണാൻ ഇറങ്ങുകയാണ്. ഇന്നത്തെ കാലത്തു നമുക്ക് അറിവ് വേണമെങ്കിൽ ഗൂഗിളിൽ തിരയാം, അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാം. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അറിവ് എന്നത് ഒരിടത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പോലെ ഇരിക്കുന്ന സാധനമാണ്. അത് തേടി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതും പോരാഞ്ഞ് ഗേറ്റ് കീപ്പർമാരായ ജാതി കോമരങ്ങളെ വെട്ടിച്ചു വേണം ഉള്ളിൽ കടക്കാൻ. അങ്ങനെ നമ്മുടെ നായകൻ നടക്കുകയാണ് വെറും കാലിൽ കേരളത്തിൻ്റെ അതിരുകൾ താണ്ടി അയൽ സംസ്ഥാനങ്ങളിലേക്ക്. പാലക്കാടൻ ചുരവും കടന്ന് തമിഴ്നാട്ടിലേക്കും പിന്നീട് ആന്ധ്രയിലേക്കുമൊക്കെ നീളുന്ന വലിയൊരു യാത്ര. ഭാവനയിലൊന്ന് കണ്ടു നോക്കൂ. കയ്യിൽ വലിയ ഭാണ്ഡക്കെട്ടുകളൊന്നുമില്ല, പോക്കറ്റിൽ ക്രെഡിറ്റ് കാർഡില്ല, മാപ്പ് നോക്കാൻ സ്മാർട്ട് ഫോണില്ല. ഉള്ളത് കത്തുന്ന വയറും അതിനേക്കാളും ഉഗ്രമായി കത്തുന്ന തലച്ചോറും മാത്രം. വഴിയിൽ കൊള്ളക്കാരുണ്ടാകാം, വന്യമൃഗങ്ങളുണ്ടാകാം. പക്ഷെ രാമാനുജന് ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രം: സംസ്കൃതം പഠിക്കണം,
വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്ന ആ വലിയ സത്യങ്ങൾ എന്താണെന്ന് നേരിട്ടറിയണം. അക്കാലത്ത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ക്ഷേത്രനഗരങ്ങൾ വലിയ വൈജ്ഞാനിക കേന്ദ്രങ്ങളായിരുന്നു. കുംഭകോണവും മധുരയും പോലുള്ള സ്ഥലങ്ങൾ. അവിടെ വലിയ വലിയ പണ്ഡിതന്മാർ തത്തിക്കളിക്കുന്ന തെരുവുകൾ. പക്ഷെ പ്രശ്നം അവിടെയും വിടുന്നില്ല. ഒരു ഗുരുവിനെ കിട്ടാനാണ് പാട്. ചെല്ലുന്നിടത്തെല്ലാം ഒരേ ചോദ്യം: ഏതാ ജാതി? ഗോത്രമേതാ? താഴ്ന്ന ജാതിക്കാരനാണെന്നറിഞ്ഞാൽ വാതിലുകൾ മുഖത്തടിച്ച പോലെ കൊട്ടിയടയ്ക്കപ്പെടും. ശൂദ്രന് വേദം കേൾക്കാൻ അവകാശമില്ല എന്നൊരു ബോർഡ് തൂക്കാത്ത കുറവേ ഉള്ളൂ പലയിടത്തും. പക്ഷേ നമ്മുടെ കഥാനായകൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും പണ്ഡിതന്മാരുടെ ക്ലാസുകൾക്ക് പുറത്ത് മതിൽക്കെട്ടുകൾക്കപ്പുറം നിന്ന് പാഠങ്ങൾ ഒളിച്ചു കേട്ടു എന്ന് ചില കഥകളുണ്ട്. ഇത് സത്യമാണോ എന്നറിയില്ല. പക്ഷേ അന്നത്തെ സാമൂഹിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അകത്തിരുന്ന് പഠിക്കുന്നവരേക്കാൾ ശ്രദ്ധയോടെ പുറത്തിരുന്ന് കേൾക്കുന്നവനാകും പലപ്പോഴും കാര്യങ്ങൾ വേഗത്തിൽ പിടിച്ചെടുക്കുക. ആവേശം, അതാണല്ലോ പ്രധാനം. യാത്രക്കിടയിൽ അദ്ദേഹം പലതരം മനുഷ്യരെ കണ്ടു. ഭക്തിപ്രസ്ഥാനം അക്കാലത്ത് തെന്നിന്ത്യയിൽ കത്തിപ്പടരുന്ന സമയമാണ്. ദൈവത്തെ സ്തുതിക്കാൻ സംസ്കൃതത്തിൻ്റെ കടുപ്പമുള്ള വാക്കുകൾ തന്നെ വേണമെന്നില്ല. മനസ്സ് തുറന്നുള്ള ഭക്തി മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇത് രാമാനുജനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകണം. കേരളത്തിലെ നമ്പൂതിരി ഇല്ലങ്ങളിലെ കെട്ടിക്കിടക്കുന്ന ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി വായുസഞ്ചാരമുള്ള ഒരിടം അദ്ദേഹം പുറം ലോകത്ത് കണ്ടു. അവിടെ പാട്ടുകളുണ്ട്, നൃത്തമുണ്ട്, നാമജപങ്ങളുണ്ട്. ഈ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അടിമുടി മാറ്റിമറിച്ചു. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഒടുവിൽ അദ്ദേഹം യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തി. ആന്ധ്രയിലാണോ അതോ തമിഴ്നാട്ടിലാണോ എന്നത് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കമുള്ള വിഷയമാണ്. ഇവിടെയാണെങ്കിലും ജാതി നോക്കാതെ അറിവ് പകർന്നു നൽകാൻ മനസ്സുള്ള ആ ഗുരുവിനെ കിട്ടിയതാണ് എഴുത്തച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോട്ടറി. അവിടെ വെച്ച് അദ്ദേഹം രാവും പകലും ഇല്ലാതെ പഠിച്ചു. വ്യാകരണം, തർക്കശാസ്ത്രം, ഇതിഹാസങ്ങൾ എല്ലാം അദ്ദേഹം വിഴുങ്ങി എന്ന് തന്നെ പറയാം. വെറുതെ കാണാതെ പഠിക്കുകയല്ല, ഓരോ വരിയുടെയും അർത്ഥവും ആഴവും മനസ്സിലാക്കി പഠിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കോളേജ് കുട്ടികളിൽ അസൈൻമെൻ്റ് എഴുതാൻ മടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന കാലത്താണ് ഈ മനുഷ്യൻ കിലോമീറ്ററുകൾ നടന്ന് കിട്ടിയ അറിവുകൾ ഓരോന്നും ഓലയിൽ പകർത്തി എഴുതി സൂക്ഷിച്ചത്. അതും എണ്ണവിളക്കിൻ്റെ വെട്ടത്തിൽ. കണ്ണിലെ എണ്ണ വാറ്റിപ്പോയാലും വേണ്ടില്ല, അറിവിൻ്റെ എണ്ണ കുറയരുത് എന്ന വാശി. സംസ്കൃത ഭാഷയിലെ ഏറ്റവും സങ്കീർണമായ ശ്ലോകങ്ങൾ പോലും അദ്ദേഹത്തിന് വഴങ്ങി. അന്യഭാഷയായിരുന്നിട്ടും അത് സ്വന്തം മാതൃഭാഷ പോലെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പഠിച്ചു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും പുസ്തകപ്പുഴു ആവലല്ല എന്ന് രാമാനുജൻ തിരിച്ചറിഞ്ഞ കാലം കൂടിയായിരുന്നു അത്. അദ്ദേഹം പഠിച്ചത് വെറും അക്ഷരങ്ങളല്ല, ജീവിതമാണ്. പല ദേശങ്ങളിലെ സംസ്കാരം, ആചാരങ്ങൾ, മനുഷ്യരുടെ പെരുമാറ്റം ഒക്കെ അദ്ദേഹം കണ്ടു. അധ്യാത്മരാമായണം എന്ന സംസ്കൃത ഗ്രന്ഥവുമായി അദ്ദേഹം കൂടുതലെടുത്തു. വാൽമീകിയുടെ രാമായണം നമുക്കെല്ലാം അറിയാം. പക്ഷേ ഈ അധ്യാത്മരാമായണം കുറച്ച് വ്യത്യസ്തമാണ്. ഇതിൽ രാമൻ വെറുമൊരു രാജാവല്ല, സാക്ഷാൽ ദൈവമാണ്. ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു. ഇതാണ് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം. വർഷങ്ങൾ നീണ്ട ഈ ദേശാടനത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. പോയപ്പോഴുള്ള ആളല്ല ഇപ്പോൾ തിരിച്ചു വരുന്നത്. പോയത് വെറുമൊരു രാമാനുജൻ, തിരിച്ചു വരുന്നത് ഒരു ജ്ഞാനിയാണ്. അദ്ദേഹത്തിൻ്റെ നടപ്പിലും എടുപ്പിലും ഒക്കെ ആ മാറ്റം പ്രകടമായിരുന്നു. വെറും കൈയോടെയല്ല വരവ്, മനസ്സ് നിറയെ ആശയങ്ങളും ഭാണ്ഡം നിറയെ ഗ്രന്ഥങ്ങളുമായാണ്. ഈ തിരിച്ചുവരവ് ഒരു പ്രതികാരം കൂടിയായിരുന്നു. തന്നെ ആട്ടിപ്പായിച്ച, അറിവ് നിഷേധിച്ച പഴയ വ്യവസ്ഥിതിയോടുള്ള മധുരമായ പ്രതികാരം. നിങ്ങൾ വാതിലടച്ചപ്പോൾ ഞാൻ ജനാല വഴി കയറി എന്ന് പറയുന്ന പോലൊരു സ്റ്റൈലൻ എൻട്രി. തിരികെ നാട്ടിലെത്തിയപ്പോൾ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ. ജാതിയും വ്യത്യാസങ്ങളുമൊക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എഴുത്തച്ഛൻ മാറി. അദ്ദേഹത്തിനിപ്പോൾ ഭയമില്ല. താൻ ആർജിച്ചെടുത്ത അറിവ് തൻ്റേത് മാത്രമായി വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സാധാരണഗതിയിൽ കുറച്ച് വിവരം കിട്ടിയാൽ ആളുകൾക്ക് ജാട കൂടും. എനിക്കറിയാവുന്നത് നിനക്കറിയില്ലല്ലോ എന്ന ഭാവം വരും. എന്നാൽ എഴുത്തച്ഛൻ ചിന്തിച്ചത് നേരെ മറിച്ചാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ഈ കാര്യങ്ങൾ എൻ്റെ അയൽപ്പക്കത്തെ പാവം കർഷകനും ചന്തയിലെ മീൻകാരിക്കും കുട്ടികൾക്കുമൊക്കെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തലപൊകിക്കുന്ന ചിന്ത. അദ്ദേഹത്തിൻ്റെ ഈ യാത്രകൾ വെറുതെയായില്ല. ആ യാത്രകളാണ് അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ പരിമിതികൾ മനസ്സിലാക്കി കൊടുത്തത്. തമിഴും സംസ്കൃതവുമൊക്കെ വികസിച്ചു നിൽക്കുമ്പോൾ മലയാളം മാത്രം എന്തിനാണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തെ അലട്ടി.
അന്യനാടുകളിൽ കണ്ട ആ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഊർജം കേരളത്തിലേക്ക് കൊണ്ടുവരണം. അതിന് പഴയ മണിപ്രവാള ഭാഷ പോരാ, പുതിയതെന്തോ വേണം. നാട്ടുകാർ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി. ഇന്നലെ വരെ പറമ്പിൽ കളിച്ചു നടന്ന ചെക്കൻ ഇന്ന് സംസ്കൃതത്തിൽ കാളിദാസനെ പോലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു. ചിലർക്ക് ബഹുമാനം തോന്നി, ചിലർക്ക് അസൂയയും. ഇവനൊക്കെ ഇതെവിടുന്ന് പഠിച്ചു എന്ന അടക്കം പറച്ചിലുകൾ നാട്ടിൽ പരന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ വലിയൊരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. ആ പദ്ധതിയാണ് പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം മാറ്റിയത്. ദേശാടനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ഭാഷ എന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ്, അകറ്റാനുള്ളതല്ല. സംസ്കൃതം ദൈവങ്ങളുടെ ഭാഷയാണെങ്കിൽ മലയാളം മനുഷ്യരുടെ ഭാഷയാകണം. ആ മനുഷ്യരുടെ ഭാഷയെ ദൈവങ്ങളുടെ ഭാഷയോളം ഉയർത്തണം. അതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിനായുള്ള പണിപ്പുരയിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് വെറും എഴുത്തല്ല, ഒരു വിപ്ലവമാണ്. വെറും പേനയുമല്ല, ആയുധം. മഷിയല്ല, ചോരയും നീരുമാണ് അതിൽ നിറയ്ക്കാൻ പോകുന്നത്. യാത്ര അവസാനിച്ചു, പക്ഷേ ദൗത്യം തുടങ്ങുന്നതേയുള്ളൂ. പൊടിപിടിച്ച കാലുകളുമായി തുഞ്ചൻ പറമ്പിൽ തിരിച്ചെത്തിയ ആ യുവാവിൻ്റെ കണ്ണുകളിലെ തിളക്കം അത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെ സൂചനയായിരുന്നു. എഴുത്തച്ഛൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കേരളത്തിലെ സാഹിത്യരംഗം ഒട്ടും ആശാവഹമായിരുന്നില്ല. അന്നത്തെ കവികളുടെയും പണ്ഡിതന്മാരുടെയും കാര്യം പറഞ്ഞാൽ ഇന്നത്തെ പേജ് 3 സെലിബ്രിറ്റികളെ പോലെയായിരുന്നു അവർ. സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത, എന്നാൽ ദൂരെ നിന്ന് നോക്കി ഹോ ഭയങ്കരം തന്നെ എന്ന് പറയേണ്ടി വരുന്ന ഒരു കൂട്ടം. അക്കാലത്ത് സാഹിത്യമെന്ന് പറഞ്ഞാൽ മണിപ്രവാളമായിരുന്നു താരം. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയുണ്ടല്ലേ. മണി എന്നാൽ മാണിക്യം, പവിഴമെന്നാൽ പവിഴം. മാണിക്യവും പവിഴവും കോർത്ത മാല പോലെ മനോഹരമെന്നാണ് കവികൾ ഇതിനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. മാണിക്യം എന്നത് സംസ്കൃത വാക്കുകളും പവിഴമെന്നത് മലയാള വാക്കുകളുമാണ്. ഇത് രണ്ടും കൂടി ഒരേ നൂലിൽ കോർക്കുന്ന ഒരു വിദ്യ. ഇന്നത്തെ കാലത്ത് നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കയറി വരില്ലേ, ഞാൻ ആകെ കൺഫ്യൂസ്ഡായി എന്നൊക്കെ പറയുന്ന പോലെ. അന്നത്തെ മണിപ്രവാളം ഏതാണ്ട് ഇതുപോലെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടി കടുകട്ടി. സംസ്കൃത വിഭക്തികളും മലയാള വാക്കുകളും കൂടി ചേർന്ന് ഒരു വല്ലാത്ത മിശ്രിതം. കേൾക്കാൻ നല്ല രസമാണ്, താളമുണ്ട്, പ്രാസമുണ്ട്. പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ സംസ്കൃത വ്യാകരണം അറിയണം. അതാണെങ്കിൽ സാധാരണക്കാരന് നിഷിദ്ധവുമാണ്. ചുരുക്കത്തിൽ കവികൾക്കു വേണ്ടി കവിത എഴുതുന്ന ഒരു കാലമായിരുന്നു അത്. അന്നത്തെ പ്രശസ്തമായ സാഹിത്യരൂപം ചമ്പു കാവ്യങ്ങളായിരുന്നു. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് പാട്ടും ഗദ്യവും ഇടകലർത്തിയുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഇതിലെ വിഷയങ്ങളായിരുന്നു ഏറ്റവും വലിയ തമാശ. ഭൂരിഭാഗം ചമ്പുക്കളും രാജാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങളെ വാഴ്ത്താനോ അല്ലെങ്കിൽ ദേവദാസുകളുടെ സൗന്ദര്യം വർണ്ണിക്കാനോ ആണ് ഉപയോഗിച്ചിരുന്നത്. അവളുടെ കണ്ണുകൾ താമരീതൾ പോലെ, അവളുടെ നടപ്പുമെടുപ്പും അരയാന്നത്തെ പോലെ എന്നൊക്കെ പറഞ്ഞു വർണ്ണനയോട് വർണ്ണന. രാജാവിനെ സുഖിപ്പിക്കുക, സമ്മാനം വാങ്ങിക്കുക, ഇതായിരുന്നു പല കവികളുടെയും മെയിൻ അജണ്ട. ആത്മീയതയോ ജീവിതത്തിൻ്റെ അർത്ഥമോ സാധാരണക്കാരൻ്റെ സങ്കടങ്ങളോ ഒന്നും ഈ സാഹിത്യത്തിൽ ഇടം പിടിച്ചിരുന്നില്ല. പാടത്ത് പണിയെടുക്കുന്ന കർഷകനോ വിയർപ്പൊഴുക്കുന്ന തൊഴിലാളിക്കോ ഈ സാഹിത്യം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പാട്ടുകളുണ്ടായിരുന്നു, വടക്കൻ പാട്ടുകളും കൃഷിപ്പാട്ടുകളും ഒക്കെ. പക്ഷെ അവയൊന്നും സാഹിത്യം എന്ന ലേബലിൽ പെടുത്താൻ അന്നത്തെ പണ്ഡിതന്മാർ സമ്മതിക്കില്ല. അതൊക്കെ നാടൻ പരിപാടികൾ. സാഹിത്യമാവണമെങ്കിൽ 4 സംസ്കൃത വാക്ക് എറിയണമെന്നതായിരുന്നു ലൈൻ. എഴുത്തച്ഛൻ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്തൊരു മടുപ്പ് തോന്നി. ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ളതല്ലേ, അല്ലാതെ പാണ്ഡിത്യം കാണിക്കാനുള്ള അഭ്യാസ പ്രകടനമല്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരു വശത്ത് അർത്ഥം മനസ്സിലാകാത്ത മണിപ്രവാളത്തിൻ്റെ ആഡംബരം, മറുവശത്ത് ആഴത്തിലുള്ള ചിന്തകളില്ലാത്ത നാടൻ പാട്ടുകൾ. ഇതിനിടയിൽ കിടന്ന് യഥാർത്ഥ ഭക്തിയും അറിവും ശ്വാസം മുട്ടുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടത് ആത്മാവിനെ തൊടുന്ന എന്തെങ്കിലുമായിരുന്നു. വെറും കാമുകന്മാരുടെ വർണ്ണനകൾ കേട്ട് അവർ മടുത്തു തുടങ്ങിയിരുന്നു. ഈ സാഹിത്യരീതി ഒരു വലിയ മതിൽക്കെട്ട് പോലെയായിരുന്നു. ആ മതിലിൻ്റെ ഒരറ്റത്ത് സംസ്കൃതം പഠിച്ച നമ്പൂതിരിമാരും രാജാക്കന്മാരും ഇരുന്നു രസിക്കുന്നു. മതിലിൻ്റെ മറ്റേ അറ്റത്ത്
ഒന്നും മനസ്സിലാകാതെ വാ പൊളിച്ചു നിൽക്കുന്ന സാധാരണ ജനങ്ങൾ. ഇത് ശരിയല്ല, ഈ മതിൽ പൊളിച്ചേ പറ്റൂ എന്ന് എഴുത്തച്ഛൻ ഉറപ്പിച്ചു. പക്ഷെ മണിപ്രവാളത്തെ പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റില്ല. കാരണം സംസ്കൃതത്തിന് അതിൻ്റേതായൊരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യം കളയാതെ എന്നാൽ സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു പുതിയ ശൈലി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഭാഷയിലെ ഈ പ്രതിസന്ധി വെറുമൊരു സാഹിത്യ പ്രശ്നമായിരുന്നില്ല, അതൊരു സാമൂഹിക പ്രശ്നം കൂടിയായിരുന്നു. അന്നത്തെ കാലത്ത് അറിവുള്ളവൻ അറിവില്ലാത്തവനെ ഭരിക്കുന്ന അവസ്ഥയായിരുന്നു. ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കായിരുന്നു അധികാരം. അതുകൊണ്ടുതന്നെ ഭാഷ ലളിതമാക്കിയാൽ തങ്ങളുടെ അധികാരം പോകുമോ എന്ന് അന്നത്തെ ഉന്നതർ ഭയന്നിരുന്നു. എടാ കൂവേ, ഇത്ര ലളിതമായി എഴുതിയാൽ പിന്നെ നമ്മളെ ആര് ബഹുമാനിക്കും എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കണം. എഴുത്തച്ഛൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരുന്നു. എങ്ങനെയാണ് ഇതിഹാസങ്ങളിലെ വലിയ വലിയ തത്വചിന്തകൾ, ധർമ്മം, കർമ്മം, മോക്ഷം തുടങ്ങിയവ മീൻപിടുത്തക്കാരനും ചെത്തുകാരനും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക? മണിപ്രവാളം ഉപയോഗിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല. തനിനാടൻ മലയാളം ഉപയോഗിച്ചാൽ അതിന് ഇതിഹാസങ്ങളെ താങ്ങാനുള്ള ശക്തിയുണ്ടോ എന്ന് സംശയമാണ്. അന്നത്തെ നാടൻ മലയാളത്തിന് പദസമ്പത്ത് കുറവായിരുന്നു. ബ്രഹ്മം എന്നോ ആത്മാവ് എന്നോ ഒക്കെ പറയാൻ പറ്റിയ വാക്കുകൾ നാടൻ ഭാഷയിലില്ല. ഇതൊരു വല്ലാത്ത ധർമ്മസങ്കടമായിരുന്നു. ഒരു പാലം പണിയണം, പക്ഷെ പണിയാനുള്ള സിമൻറ്റും കമ്പിയും കയ്യിലില്ലാത്ത അവസ്ഥ. ഉള്ളത് കുറച്ച് മണ്ണും ചെളിയും മാത്രം. അത് വെച്ചിങ്ങനെ ആകാശത്തോളം ഉയരമുള്ളൊരു പാലം പണിയുമെന്നത് ആരെയും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എഴുത്തച്ഛൻ പക്ഷേ ഒരു ലിംഗ്വിസ്റ്റിക് എഞ്ചിനീയർ അഥവാ ഭാഷ എഞ്ചിനീയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മനസ്സിലാക്കി, സംസ്കൃതത്തെ വെറുതെ തർജ്ജിമ ചെയ്താൽ പോരാ, അതിനെ മലയാളത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഉരുക്കിയൊഴിക്കണം. അദ്ദേഹം അന്നത്തെ ചമ്പു കവികളെപ്പോലെ രാജാവിന് സുഖിപ്പിക്കാൻ കവിത എഴുതാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ജനങ്ങളുടെ മനസ്സിലെ ഇരുട്ടുമാറ്റുന്ന വെളിച്ചമായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, ഈ ജനങ്ങൾ ദിവസവും കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് വേണം കാര്യങ്ങൾ പറയാൻ. പക്ഷെ അതിനൊരു പുതിയ താളം വേണം. പാടത്ത് പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടിൻ്റെ താളം പോരാ രാമായണം പറയാൻ. വള്ളംകളിപ്പാട്ടിൻ്റെ ആവേശവും പോരാ. മനസ്സിന് ശാന്തി നൽകുന്ന, ഒഴുക്കുള്ള, എന്നാൽ ഗൗരവമുള്ളൊരു താളം. ഈ അന്വേഷണമാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് നയിച്ചത്. നിലവിലുള്ള കവിതാരീതികളൊന്നും അദ്ദേഹത്തിന് തൃപ്തി നൽകിയില്ല. ഗാഥ, പാട്ട്, ചമ്പു ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കിണങ്ങുന്നില്ല. അദ്ദേഹം ഒരു പുതിയ പാത വെട്ടിത്തുറക്കാൻ തീരുമാനിച്ചു. കാട്ടിലൂടെ വഴിയില്ലാത്തപ്പോൾ നമ്മൾ സ്വന്തമായി വഴിവെട്ടാറില്ലേ, അതുപോലെ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു റിസ്ക് ആണെന്ന്. സംസ്കൃത പണ്ഡിതന്മാർ കളിയാക്കും, ഇവൻ ഭാഷയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നവർ കുറ്റപ്പെടുത്തും. മറുഭാഗത്ത് സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നും ഉറപ്പില്ല. പക്ഷേ എഴുത്തച്ഛൻ തൻ്റെ ഉള്ളിലെ തോന്നലിനെ വിശ്വസിച്ചു. ഭാഷ എന്നത് ഒഴുകുന്ന പുഴ പോലെയാകണം, കെട്ടിക്കിടക്കുന്ന കുളം പോലെയാകരുത്. കുളത്തിൽ പായൽ മൂടും, പുഴയിൽ എപ്പോഴും പുതുവെള്ളമാണ്. ഇങ്ങനെ പഴയതും പുതിയതും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ, മണിപ്രവാളത്തിൻ്റെ കൃത്രിമത്വത്തിനും നാടൻ പാട്ടിൻ്റെ ലാളിത്യത്തിനുമിടയിൽ എഴുത്തച്ഛൻ തൻ്റെ തൂലിക കൂർപ്പിച്ചു വെച്ചു. വരാൻ പോകുന്ന മാറ്റം വെറുമൊരു എഴുത്ത് രീതിയല്ല, മറിച്ച് മലയാളിയുടെ ചിന്താശേഷിയെ തന്നെ ഉടച്ചുവാർക്കുന്ന ഒന്നായിരിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകാം. ആ മാറ്റത്തിന് ഒരു കിളിയുടെ ശബ്ദം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ നമ്മുടെ എഴുത്തച്ഛൻ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുകയാണ്. രാമായണം പോലെ ഒരു വലിയ ഇതിഹാസം മലയാളത്തിൽ എഴുതണം. പക്ഷേ ഞാനാണ് ഇതെഴുതുന്നത് എന്ന ഭാവം ഒട്ടും വരാനും പാടില്ല. കാരണം അക്കാലത്ത് അഹംഭാവം അല്ലെങ്കിൽ ഈഗോ എന്നത് ഒരു എഴുത്തുകാരന്, പ്രത്യേകിച്ച് ഭക്തികാവ്യം എഴുതുന്ന ഒരാൾക്ക് ഒട്ടും ചേരാത്ത ഒന്നാണ്. താനൊരു പണ്ഡിതനാണെന്ന് കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. മാത്രമല്ല, വേദങ്ങളും പുരാണങ്ങളും ശൂദ്രനായ താൻ നേരിട്ട് വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിവാദമാകും. യാഥാസ്ഥിതികർ വാളെടുക്കും. ഇവൻ ആരാടാ ദൈവത്തിൻ്റെ കഥ തിരുത്തി പറയാൻ എന്ന് ചോദിക്കും. ഇവിടെയാണ് എഴുത്തച്ഛൻ തൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. ആധുനിക കാലത്ത് നമ്മൾ സിനിമകളിൽ കാണാറില്ലേ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികം മാത്രം എന്നൊരു ഡിസ്ക്ലെയിമർ, അല്ലെങ്കിൽ വലിയ വലിയ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേറൊരാളെ കൊണ്ട് കാര്യം പറയിക്കുന്ന തന്ത്രം. ഏതാണ്ട് അതേപോലൊരു സൂത്രപ്പണിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം തീരുമാനിച്ചു, ഈ കഥ ഞാൻ പറയില്ല, പകരം ഒരു കിളിയെ കൊണ്ട് പറയിക്കും. അതേ സുഹൃത്തുക്കളെ,
അതാണ് ചരിത്രപ്രസിദ്ധമായ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ജനനം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കിളിയെ തന്നെ തിരഞ്ഞെടുത്തത്? അതൊരു വെറും കിളിയല്ല, അറിവിൻ്റെ ദേവതയായ സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന തത്തയാണത്, വാഗ്ദേവതയുടെ വാഹനം. അപ്പോൾ ആ കിളി പറയുന്ന വാക്കുകൾക്ക് ദൈവികമായ ഒരു പരിവേഷം കിട്ടും. ഇത് ഞാനല്ല പറയുന്നത്, സാക്ഷാൽ ദേവിയുടെ കിളിയാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ അവിടെ എഴുത്തച്ഛൻ എന്ന വ്യക്തി അപ്രത്യക്ഷമാകുന്നു. അദ്ദേഹം വെറുമൊരു കേൾവിക്കാരൻ മാത്രമായി മാറുന്നു. എത്ര മനോഹരമായ വിനയം അല്ലേ? സ്വന്തം പേര് പോസ്റ്ററിൽ വെക്കാൻ അടിപിടി കൂടുന്ന ഇന്നത്തെ കാലത്ത് സ്വന്തം കൃതിയുടെ ക്രെഡിറ്റ് മുഴുവൻ ഒരു പച്ചക്കിളിക്ക് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ തന്ത്രം വിജയിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. കിളിയുടെ സംസാരം എപ്പോഴും മധുരമാണ്. കൊഞ്ചിയുള്ള സംസാരം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കടുപ്പമേറിയ തത്വചിന്തകൾ കിളിയുടെ നാവിലൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ലാളിത്യം കൈവരുന്നു. അദ്ദേഹം ആ കിളിയെ വിളിക്കുന്നതും എത്ര സ്നേഹത്തോടെയാണെന്ന് നോക്കൂ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ എന്നാണ് വിളി. അതായത് രാമൻ്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുന്ന മംഗളകരമായ കാര്യങ്ങൾ മാത്രം പറയുന്ന പക്ഷി. അതിനെ അടുത്തു വിളിച്ച് പഴം കൊടുത്ത് മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് പോലെയാണ് കാവ്യത്തിൻ്റെ തുടക്കം. ഇതൊരു സേഫ് ഗെയിം കൂടിയായിരുന്നു. നാളെ ആരെങ്കിലും വന്ന് എടാ നീ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വേദങ്ങൾക്ക് നിലക്കുന്നതല്ലല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൈമലർത്താം. അയ്യോ ഞാനല്ല സാറേ, ആ കിളി പറഞ്ഞതാണ് ഞാൻ പകർത്തി എഴുതിയത് എന്ന് പറയാമല്ലോ. തമാശയായി പറഞ്ഞതാണെങ്കിലും ഇതിൽ കാര്യമുണ്ട്. അപൗരുഷേയത്വം എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് മനുഷ്യനുണ്ടാക്കിയതല്ല, ദൈവികമാണ് എന്ന് വരുത്തി തീർക്കുക. അതിനീ കിളിപ്പാട്ട് രീതി അദ്ദേഹത്തെ വല്ലാതെ സഹായിച്ചു. കൂടാതെ സരസ്വതീ ദേവിക്ക് നിവേദിച്ച പാൽ കുടിച്ച കിളിയാണിതെന്നും അതുകൊണ്ട് ഇതിൻ്റെ നാവിലൂടെ വരുന്നതെല്ലാം സത്യമായിരിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. ആ കിളിയെ വിളിക്കുന്ന രംഗം ഭാവനയിൽ കണ്ടു നോക്കൂ. തുഞ്ചൻ പറമ്പിലെ ആ കാഞ്ഞിരമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മുകളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു സാങ്കല്പിക കിളിയെ അദ്ദേഹം മാടി വിളിക്കുന്നു. വരിക വരിക എന്ന് തുടങ്ങുന്ന ആ വരികളിൽ തന്നെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് തന്നെയാണ് പിന്നീട് മലയാള കവിതയുടെ മുഴുവൻ താളമായി മാറിയത്. കിളിപ്പാട്ട് എന്നത് വെറുമൊരു കഥ പറയൽ മാത്രമല്ല, അതൊരു സംഗീത സാന്ദ്രമായ അനുഭവമാണ്. കിളി കൊഞ്ചുന്നത് പോലെ നിർത്താതെ ഒഴുകുന്ന വരികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മണിപ്രവാളത്തിൻ്റെ ആ മുരടൻ സ്വഭാവം ഇവിടെയില്ല. പകരം ആർക്കും കൂടെ പാടാൻ തോന്നുന്ന താളം. കേക, കാകളി, അന്നനട തുടങ്ങിയ വൃത്തങ്ങളാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. പേര് കേട്ട് ഞെട്ടണ്ട, സംഗതി സിമ്പിളാണ്. നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ മൂളാൻ പറ്റുന്ന ഈണങ്ങൾ. എഴുത്തച്ഛൻ കിളിയോട് പറയുന്നു, നീ മടിക്കാതെ പറയൂ. അപ്പോൾ കിളി പറയുന്നു, എനിക്ക് പേടിയാവുന്നു, ഞാൻ വെറുമൊരു പക്ഷിയല്ലേ. ഉടനെ കവി അതിന് ധൈര്യം കൊടുക്കുന്നു, പേടിക്കണ്ട, നിന്റെ നാവിൽ സരസ്വതി വസിക്കുന്നുണ്ടേ. ഈ ഒരു സംഭാഷണത്തിലൂടെ അദ്ദേഹം വായനക്കാരെയും കഥയിലേക്ക് വലിച്ചിടുകയാണ്. നമ്മളും അറിയാതെ ആ കിളിയുടെ പാട്ട് കേൾക്കാൻ കാത്തിരുന്നു പോകും. മറ്റൊരു രസകരമായ കാര്യം, ഈ കിളിപ്പാട്ട് രീതി വന്നതോടെ കവിതയ്ക്ക് ഒരു ഡ്രമാറ്റിക് എഫക്റ്റ് കിട്ടിയെന്നതാണ്. വെറുതെ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതിന് പകരം ഒരാൾ മറ്റൊരാളോട് കഥ പറയുന്ന രീതി, ഇത് കേൾവിക്കാരനെ കൂടുതൽ അടുപ്പം തോന്നിപ്പിക്കും. മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. കിളി ഇടയ്ക്ക് നിർത്തും, ചോദ്യങ്ങൾ ചോദിക്കും, വീണ്ടും പാടും. അങ്ങനെ ഒട്ടും ബോറടിപ്പിക്കാതെ ഇതിഹാസം മുഴുവൻ പറഞ്ഞു തീർക്കുന്നു. ഈ കിളിപ്പാട്ട് ശൈലിയിലൂടെ അദ്ദേഹം സാധിച്ചെടുത്ത മറ്റൊരു വിപ്ലവം കൂടിയുണ്ട്. താൻ അതുവരെ പഠിച്ച സംസ്കൃത പദങ്ങളെ മലയാളത്തിൻ്റെ ഉച്ചാരണത്തിന് വഴങ്ങുന്ന രീതിയിൽ അദ്ദേഹം മാറ്റിയെടുത്തു. കിളിയുടെ നാവിന് വഴങ്ങാത്ത വാക്കുകൾ അദ്ദേഹം ഒഴിവാക്കി, വഴങ്ങുന്നവ മാത്രം എടുത്തു. അങ്ങനെ മലയാളത്തിന് ചേരുന്ന ഒരു പുതിയ പദസമ്പത്ത് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. കടുപ്പമുള്ള സംസ്കൃത വാക്കുകൾ കിളിയുടെ ചുണ്ടിലൂടെ പുറത്തു വന്നപ്പോൾ അത് തേനും പാലും പോലെ മധുരമുള്ളതായി മാറി. അങ്ങനെ അഹങ്കാരത്തിൻ്റെ ഭാരമില്ലാതെ, പണ്ഡിതൻ നാട്യങ്ങളില്ലാതെ ഒരു ചെറിയ കിളിയുടെ രൂപത്തിൽ മലയാള സാഹിത്യം ചിറക് വിരിച്ചു. ശ്രീരാമൻദേവന്റെ ചരിതം ചൊല്ലിയിടുവാൻ എന്ന് കിളിയോട് ആവശ്യപ്പെടുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ച കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ കിളിയുടെ ശബ്ദം തുഞ്ചൻ പറമ്പിൽ നിന്നുയർന്നു. അത് കാറ്റിലൂടെ പടർന്ന് കേരളത്തിലെ ഓരോ വീടുകളിലേക്കും എത്തി. ഓരോ അധ്യായം കഴിയുമ്പോഴും കിളിക്ക് വിശ്രമം കൊടുക്കുന്നതും പഴം കൊടുക്കുന്നതും ഒക്കെ കവി ഭാവനയിൽ കാണുന്നുണ്ട്. ഇത് ആ കാവ്യത്തിന് ഒരു റിയലിസ്റ്റിക് ടച്ച് നൽകുന്നു. നമ്മൾ വായിക്കുന്നത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച്
നമ്മുടെ മുറ്റത്തെ മരത്തിലിരുന്ന് ഒരു കിളി പാടുന്ന പാട്ടാണെന്ന തോന്നൽ. ഈയൊരു ഫീലാണ് കിളിപ്പാട്ടിനെ ഇന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നത്. ആരും കാണാതെ, ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാതെ ഇരുന്ന ഒരു പച്ചക്കിളി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ജനതയുടെ മുഴുവൻ ഗുരുനാഥനായി മാറിയ കഥയാണിത്. അദ്ദേഹം തൻ്റെ ഈഗോയെ ആ കിളിയുടെ കാലിൽ കെട്ടിവെച്ചു. എന്നിട്ട് ആ കിളിയെ ആകാശത്തേക്ക് പറത്തിവിട്ടു. ആ പറക്കലിൽ മലയാള ഭാഷയും കൂടെ ഉയർന്നു. ഇന്ന് നമ്മൾ മലയാളം അക്ഷരമാല പഠിക്കുമ്പോൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് കൊച്ചുകുട്ടികൾ പാടുന്നത് കേൾക്കുമ്പോൾ ഓർക്കുക, ആ തത്ത വെറുമൊരു തത്തയല്ല, അത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുത്തച്ഛൻ നമുക്കായി മെരുക്കിയെടുത്ത ആ പൈങ്കിളിയുടെ പിന്മുറക്കാരാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിലെ ഒരു വലിയ കവലയിലാണ്. എഴുത്തച്ഛൻ തൻ്റെ ഇതിഹാസ രചനയ്ക്ക് തയ്യാറെടുക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം സാക്ഷാൽ വാൽമീകി മഹർഷി എഴുതിയ ഒറിജിനൽ രാമായണം തിരഞ്ഞെടുത്തില്ല? വാൽമീകിയുടേതാണല്ലോ ആധികാരികം. എന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് അധ്യാത്മരാമായണമെന്ന അക്കാലത്ത് അത്രയൊന്നും പ്രശസ്തിയില്ലാതിരുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമാണ്. ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല, മറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. നമുക്കിതിൻ്റെ ലോജിക്കൊന്ന് പരിശോധിക്കാം. വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ ആരാണ്? അദ്ദേഹം പുരുഷോത്തമനാണ്, അതായത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായവൻ. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഭാര്യയെ കാണാതെ കാട്ടിലൂടെ നടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. സാധാരണക്കാരൻ്റെ സങ്കടങ്ങളും ദേഷ്യവുമെല്ലാം വാൽമീകിയുടെ രാമനുണ്ട്. എന്നാൽ എഴുത്തച്ഛന് വേണ്ടതിതല്ലായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ കേരളീയർക്ക് വേണ്ടത് കൂടെ ഇരുന്ന് കരയുന്ന ഒരു രാജാവിനെയല്ല, മറിച്ച് സങ്കടങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹം അധ്യാത്മരാമായണം തിരഞ്ഞെടുത്തു. ഇതിൽ രാമൻ വെറും മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവം. ഇവിടെ രാമൻ ഒന്നും അറിയാത്ത അവസ്ഥയില്ല. സീതയെ രാവണൻ കൊണ്ടുപോകുമെന്നും യുദ്ധം നടക്കുമെന്നുമെല്ലാം മുൻകൂട്ടി അറിയാവുന്ന, എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്ന ദൈവം. ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ ദൈവീക പരിവേഷം അത്യാവശ്യമായിരുന്നു. പേടിക്കണ്ട, എല്ലാം ദൈവത്തിൻ്റെ ലീലാവിലാസങ്ങളാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. ഇനി അദ്ദേഹം ചെയ്തത് വെറും ഒരു വിവർത്തനമാണോ? ഒരിക്കലുമല്ല. ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ട്രാൻസ്ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു റീമേക്ക് ആയിരുന്നു. ഒരു തമിഴ് സിനിമ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറില്ലേ? അതുപോലെ അദ്ദേഹം മൂലകൃതിയെ അഴിച്ചു പണിതു. സംസ്കൃതത്തിൽ വെറും 4 വരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ 40 വരിയിൽ വർണ്ണിക്കും. നേരെ മറിച്ച് സംസ്കൃതത്തിൽ നീണ്ടു പരന്നു കിടക്കുന്ന ചില തത്വചിന്തകൾ അദ്ദേഹം 4 വരിയിൽ ചുരുക്കി പറയുകയും ചെയ്യും. ഇതാണ് ഒരു ജീനിയസിൻ്റെ കയ്യൊപ്പ്. ഉദാഹരണത്തിന് രാമായണത്തിലെ ചില വൈകാരിക രംഗങ്ങൾ എടുക്കാം. സീതയെ ഉപേക്ഷിക്കുന്ന ഭാഗമോ അല്ലെങ്കിൽ ബാലിവധമോ ഒക്കെ വരുമ്പോൾ വാൽമീകി രാമായണത്തിൽ വല്ലാത്തൊരു പിരിമുറുക്കമാണ്. ശരിയാണോ തെറ്റാണോ എന്ന ധർമ്മസങ്കടങ്ങൾ അവിടെയുണ്ട്. എന്നാൽ എഴുത്തച്ഛൻ്റെ കൃതിയിൽ ഭക്തിയുടെ കുളിർമഴയിൽ ഈ ചോദ്യങ്ങളെല്ലാം അലിഞ്ഞുപോകുന്നു. അദ്ദേഹം വായനക്കാരോട് പറയുന്നു, ഇതൊന്നും കാര്യമാക്കണ്ട, ഇതെല്ലാം മായയാണ്, രാമനാമം ജപിക്കൂ, മുക്തി നേടൂ. അദ്ദേഹം തൻ്റെ കവിതയിൽ വരുത്തിയ മറ്റൊരു വലിയ മാറ്റം സ്ത്രീ കഥാപാത്രങ്ങളോടുള്ള സമീപനമാണ്. കൈകേയിയെയും മന്ധരയെയുമൊക്കെ നമ്മൾ വില്ലത്തികളായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ എഴുത്തച്ഛൻ അവരെ അവതരിപ്പിക്കുന്നത് വിധിയുടെ വെറും ഉപകരണങ്ങളായിട്ടാണ്. ദൈവത്തിൻ്റെ നാടകം നടക്കാൻ ആരോ ചിലർ വേഷം കെട്ടുന്നു, അത്രമാത്രം എന്നൊരു ഭാവം. ഇത് വായനക്കാരുടെ മനസ്സിൽ വെറുപ്പ് കുറയ്ക്കാനും ഭക്തി കൂട്ടാനും സഹായിച്ചു. ആരെയും കുറ്റപ്പെടുത്താത്ത, എല്ലാവരിലും ദൈവത്തെ കാണുന്ന ഒരു വലിയ മനസ്സ് ആ വരികൾക്ക് പിന്നിലുണ്ട്. പിന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ ഘടന തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. ഓരോ കാണ്ഡം അഥവാ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അദ്ദേഹം വായനക്കാരെ ഓർമ്മിപ്പിക്കും, ഇത് വെറുമൊരു കഥയല്ല, മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. ഇടയ്ക്കിടെ വരുന്ന സ്തോത്രങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ്. അഹല്യാമോക്ഷം, ജടായുസ്തുതി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അദ്ദേഹം അതിമനോഹരമായി വികസിപ്പിച്ചു. മൂലകൃതിയിലില്ലാത്ത പല ഉപമകളും വർണ്ണനകളും അദ്ദേഹം കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്തു ചേർത്തു. അതുകൊണ്ടാണ് വായിക്കുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന കഥയാണെന്ന് തോന്നിപ്പോകുന്നത്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ആധ്യാത്മരാമായണത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ?
അതാണ് മായാ സീത എന്ന സങ്കല്പം. വാൽമീകിയുടെ രാമായണത്തിൽ സാക്ഷാൽ സീതയെ തന്നെയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ സീത ലങ്കയിലിരുന്ന് കണ്ണീരൊഴിക്കുന്നു. എന്നാൽ എഴുത്തച്ഛൻ തിരഞ്ഞെടുത്ത ആധ്യാത്മരാമായണത്തിൽ സംഗതി വേറെയാണ്. രാവണൻ വരുന്നതിന് തൊട്ടുമുൻപ് രാമൻ സീതയോട് പറയുന്നു, നീ അഗ്നിയിൽ ഒളിച്ചിരിക്കൂ, നിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ മായാ സീതയെ പുറത്തു നിർത്തൂ. അങ്ങനെ രാവണൻ കൊണ്ടുപോകുന്നത് യഥാർത്ഥ സീതയെയല്ല, വെറുമൊരു നിഴലിനെയാണ്. ഇതുകൊണ്ടെന്താണ് ഗുണം? സാക്ഷാൽ മഹാലക്ഷ്മിയായ സീതയെ ഒരസുരൻ സ്പർശിച്ചു എന്ന അശുദ്ധി ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നു. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദേവി പരിശുദ്ധയായിരിക്കണം. എഴുത്തച്ഛൻ ഈ തത്വം വളരെ ഭംഗിയായി മലയാളികൾക്ക് പറഞ്ഞുകൊടുത്തു. രാമൻ ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്ത് വീണ്ടെടുക്കുന്നത് ഈ മായാസീതയാണ്. പിന്നീട് അഗ്നിപരീക്ഷ സമയത്ത് മായാസീത മാറി യഥാർത്ഥ സീത തിരിച്ചു വരുന്നു. എന്തൊരു തിരക്കഥ അല്ലേ? ദൈവത്തിൻ്റെ മഹത്വം ഒട്ടും കുറയാതെ, എന്നാൽ കഥയുടെ ഒഴുക്ക് നിലനിർത്തുന്ന തന്ത്രം. എഴുത്തച്ഛൻ തൻ്റെ വരികളിലൂടെ ഒളിപ്പിച്ചു കടത്തിയ മറ്റൊരു കാര്യമുണ്ട്. അദ്വൈത വേദാന്തം. പേര് കേട്ട് ഞെട്ടണ്ട. എല്ലാം ഒന്നാണ്, ദൈവവും നീയും ഒന്നാണ് എന്ന ശങ്കരാചാര്യരുടെ തത്വം. പണ്ഡിത് സംസ്കൃത പണ്ഡിതന്മാരുടെ സ്വത്തായിരുന്നു. എഴുത്തച്ഛനത് സാധാരണക്കാരൻ്റെ അടുക്കളയിലെത്തിച്ചു. കണ്ടാൽ അഴകുള്ള പെണ്ണുങ്ങൾ, കണ്ണുകൾ കൊണ്ട് മയക്കുന്ന മായയുമൊക്കെ നീ എന്ന് തുടങ്ങുന്ന വരികൾ ഓർമ്മയില്ലേ? ജീവിതത്തിലെ സുഖഭോഗങ്ങൾ വെറും മായയാണെന്നും ശാശ്വതമായത് ഭക്തി മാത്രമാണെന്നും അദ്ദേഹം പാടിപ്പഠിപ്പിച്ചു. ഇന്നത്തെ TV സീരിയലുകൾ കാണുന്ന ലാഘവത്തോടെയല്ല അക്കാലത്ത് ജനങ്ങൾ ഇത് കേട്ടിരുന്നത്. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിവെച്ച് മുതിർന്നവർ ഇത് ഈണത്തിൽ ചൊല്ലുമ്പോൾ കേട്ടിരിക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. യുദ്ധവും ദാരിദ്ര്യവും രോഗങ്ങളും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ രാമൻ കൂടെയുണ്ട് എന്ന ചിന്ത നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. എഴുത്തച്ഛൻ അവർക്കു നൽകിയത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു സർവൈവൽ ഗൈഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയെക്കുറിച്ച് പറയാതെ വയ്യ. അതുവരെ മലയാളത്തിലില്ലാത്തൊരു പ്രത്യേക ഒഴുക്ക്. നദി ഒഴുകുന്നത് പോലെയാണ് വരികൾ. എവിടെയും തടസ്സമില്ല. കടുപ്പമുള്ള വാക്കുകളെ അദ്ദേഹം തേച്ചു മിനുക്കിയെടുത്തു. ഉദാഹരണത്തിന്, വിഷ്ണു എന്ന് പറയുന്നതിനേക്കാൾ കാർവർണ്ണൻ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതാണ് എഴുത്തച്ഛൻ മാജിക്ക്. അദ്ദേഹം ഉപയോഗിച്ച വൃത്തങ്ങൾ വായനക്കാരൻ്റെ ശ്വാസത്തിനനുസരിച്ചുള്ളതായിരുന്നു. ചൊല്ലുന്നവന് കിതപ്പ് വരില്ല, കേൾക്കുന്നവന് മടുപ്പും വരില്ല. രാമായണത്തിൻ്റെ ക്ലൈമാക്സ് വരുമ്പോൾ സാധാരണഗതിയിൽ രാവണവധമാണ് പ്രധാനം. എന്നാൽ എഴുത്തച്ഛൻ ഊന്നൽ നൽകിയത് രാവണൻ്റെ മോക്ഷത്തിനാണ്. രാമൻ്റെ അമ്പേറ്റ് മരിക്കുമ്പോൾ രാവണൻ്റെ ഉള്ളിലെ അസുരഭാവം മാറി ഒരു ജ്യോതിസ രാമനിലേക്ക് ലയിക്കുന്നു. ശത്രുവിനെ പോലും സ്നേഹത്തോടെ മോചിപ്പിക്കുന്ന ദൈവം. ഇത് കേരളീയരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. പകയും വിദ്വേഷവും വെടിയാൻ അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നത് മലയാളത്തിലെ ആദ്യത്തെ ബെസ്റ്റ് സെല്ലറാണ് എന്ന് നിസ്സംശയം പറയാം. പ്രിന്റിംഗ് പ്രസ് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓലകളിൽ പകർത്തിയെഴുതി കൈമാറി ഇത് കേരളം മുഴുവൻ പരന്നു. മലയാളിയുടെ നാവിൽ അക്ഷരങ്ങൾ വഴങ്ങാൻ തുടങ്ങിയത് ഈ ഗ്രന്ഥത്തിലൂടെയാണ്. വാൽമീകി കാടുവെട്ടി തെളിച്ചപ്പോൾ എഴുത്തച്ഛൻ അവിടെ ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഷയ്ക്ക് ജീവൻ വെക്കണമെങ്കിൽ അതിന് സ്വന്തമായൊരു അസ്ഥികൂടം വേണം. ആ അസ്ഥികൂടമാണ് ലിപി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്. എഴുത്തച്ഛൻ വരുന്നതിന് മുൻപ് കേരളത്തിലെ എഴുത്ത് രീതി ഒന്ന് കാണേണ്ടതായിരുന്നു. അക്കാലത്ത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ ലിപികളാണ്. പേരുപോലെ തന്നെ വട്ടത്തിൽ വളഞ്ഞും പുളഞ്ഞുമിരിക്കുന്ന അക്ഷരങ്ങൾ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്നോ? ഇതിൽ കൃത്യതയില്ല. ഉദാഹരണത്തിന് പ, ബ എന്നീ ശബ്ദങ്ങൾ എഴുതാൻ ഒരേ അക്ഷരമാണ് ഉപയോഗിച്ചിരുന്നത്. പാപ്പ എന്ന് എഴുതിയതാണോ ബാബ എന്ന് എഴുതിയതാണോ എന്ന് വായിക്കുന്നവൻ ഊഹിച്ചെടുക്കണം. സാധാരണ കത്തുകളോ കണക്കുകളോ എഴുതാൻ ഈ വട്ടെഴുത്ത് ധാരാളമായിരുന്നു. അവിടെ മഴ പെയ്തു എന്നോ ഇവിടെ അരിക്ക് വില കൂടി എന്നൊക്കെ എഴുതാം. പക്ഷേ സംസ്കൃതത്തിലെ ഗൗരവമുള്ള മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ എഴുതാൻ വരുമ്പോൾ ഈ വട്ടെഴുത്ത് പണിമുടക്കും. ധർമ്മം എന്നെഴുതണമെങ്കിൽ വട്ടെഴുത്തിൽ അതിനുള്ള വഴക്കമില്ല. കാരണം സംസ്കൃതത്തിലെ മഹാപ്രാണങ്ങൾ, ഉദാഹരണത്തിന് ഖ, ഘ, ഛ, ഝ തുടങ്ങിയ
കടുപ്പമുള്ള ശബ്ദങ്ങൾ വട്ടെഴുത്തിലില്ലായിരുന്നു. എഴുത്തച്ഛൻ ഈ പ്രശ്നം കൃത്യമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എഴുതുന്ന അധ്യാത്മരാമായണം വട്ടെഴുത്തിൽ എഴുതിയാൽ അത് കുളമാകും. രാമൻ എന്ന് എഴുതുന്നത് ചിലപ്പോൾ രാവണൻ എന്ന് വായിച്ചാലോ? തമാശയല്ല, മന്ത്രങ്ങളുടെ ഉച്ചാരണം പിഴച്ചാൽ ഫലം മാറുമെന്ന് വിശ്വസിച്ചിരുന്ന കാലമാണത്. അതുകൊണ്ട് മലയാളത്തിന് സ്വന്തമായി കൃത്യതയുള്ള ഒരു പുതിയ ലിപി വ്യവസ്ഥ വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ, അന്നത്തെ മലയാളം ലിപി ഒരു പഴയ നോക്കിയ ഫോൺ പോലെയായിരുന്നു. അതിൽ സ്മാർട്ട് ഫോണിലെ ആപ്പുകൾ വർക്കാകില്ല. എഴുത്തച്ഛൻ തീരുമാനിച്ചു, നമുക്കൊരു ആൻഡ്രോയിഡ് വേർഷൻ ഇറക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യ എഴുത്ത് എന്ന് വിളിക്കുന്ന ലിപിയിലേക്ക് തിരിയുന്നത്. ഇത് അക്കാലത്ത് ബ്രാഹ്മണർ സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. ഇതിന് നല്ല വ്യക്തതയുണ്ട്. ഏത് കടുപ്പമുള്ള സംസ്കൃത വാക്കും ഇതിൽ കൃത്യമായി എഴുതാം. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് സാധാരണക്കാർക്ക് വശമില്ല. എഴുത്തച്ഛൻ ചെയ്തത് ഒരു വലിയ എഞ്ചിനീയറിംഗ് ജോലിയാണ്. അദ്ദേഹം ഈ ഗ്രന്ഥലിപിയെ എടുത്തു, അതിൽ അനാവശ്യമായ കുമ്പും വാലുമൊക്കെ ഒന്നിച്ചെത്തി മിനുക്കി. എന്നിട്ട് അതിലേക്ക് മലയാളത്തിൻ്റെ തനതായ ചില അക്ഷരങ്ങളെ, ഉദാഹരണത്തിന് ഴ, റ, ള കൂട്ടിച്ചേർത്തു. ഇതൊരു മിക്സിംഗ് ആയിരുന്നു. സംസ്കൃതത്തിൻ്റെ ഗാംഭീര്യവും തമിഴ് മലയാള പാരമ്പര്യത്തിൻ്റെ ലാളിത്യവും ഒന്നു ചേർന്ന ഒരു പുതിയ മിശ്രിതം. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന വട്ടത്തിൽ സുന്ദരമായിരിക്കുന്ന ആധുനിക മലയാള ലിപി രൂപപ്പെട്ടത്. 51 അക്ഷരങ്ങൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അദ്ദേഹം മലയാളത്തെ എത്തിച്ചു. എന്തിനാണ് 51? അത് വെറുതെ ഒരു നമ്പറല്ല. മനുഷ്യൻ്റെ തൊണ്ടയിൽ നിന്നും നാവിൽ നിന്നും വരാവുന്ന എല്ലാ ശബ്ദങ്ങളെയും കൃത്യമായി തരംതിരിച്ച് ഓരോന്നിനും ഓരോ ചിഹ്നം നൽകി. അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനെ പോലെയാണ് ചിന്തിച്ചത്. സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഘ, ങ എന്നും കൃത്യമായി തരംതിരിച്ചു. ഇതിൽ തന്നെ കണ്ഠ്യം, താലവ്യം, ഓഷ്ഠ്യം എന്നിങ്ങനെ വളരെ സയൻറ്റിഫിക്കായ ഒരു ഓർഡർ അദ്ദേഹം കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ സ്കൂളിൽ ക, ഖ, ഗ, ഘ, ങ എന്ന് പഠിക്കുന്നത് വെറുതെയല്ല. അത് നമ്മുടെ വായുടെ ഘടനയനുസരിച്ചുള്ള ക്രമമാണ്. ഈ ക്രമം മലയാളത്തിൽ ഇത്ര കൃത്യമായി ചിട്ടപ്പെടുത്തിയത് നമ്മുടെ തുഞ്ചത്തെ ആചാര്യനാണ്. അദ്ദേഹം ഇത് വെറുതെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക മാത്രമല്ല ചെയ്തത്. തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ഇത് പകർത്തി എഴുതിച്ചു. ആയിരക്കണക്കിന് താളിയോലകളിൽ ഈ പുതിയ ലിപി പടർന്നു. ആളുകൾ ആദ്യമായി കണ്ടു, ഓഹോ, മലയാളം ഇത്ര ഭംഗിയായി എഴുതാൻ പറ്റുമോ? വട്ടെഴുത്തിൻ്റെ നൂൽപ്പുഴു രൂപത്തിൽ നിന്ന് ഉരുണ്ട് മനോഹരമായ മുത്തുകൾ പോലെയുള്ള അക്ഷരങ്ങളിലേക്കുള്ള മാറ്റം. അത് വായിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരുന്നു. കണ്ണിന് കുളിർമ നൽകുന്ന അക്ഷരങ്ങൾ. സുഹൃത്തുക്കളെ, ഈ അക്ഷരങ്ങൾ ചിട്ടപ്പെടുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ജനങ്ങളെ പഠിപ്പിക്കുകയും വേണ്ടേ? അവിടെയാണ് ഹരിശ്രീ എന്ന വിപ്ലവം വരുന്നത്. ഹരിശ്രീ ഗണപതിയെ നമ എന്നത് അറിവിൻ്റെ പാസ്വേഡായി മാറിയത് ഇക്കാലത്താണ്. അതിനു മുൻപ് അക്ഷരം പഠിക്കുക എന്നത് വലിയ ചടങ്ങായിരുന്നു. എന്നാൽ എഴുത്തച്ഛൻ അത് ലളിതമാക്കി. മണലിൽ വിരൽ കൊണ്ട് ഹരിശ്രീ എന്നെഴുതിക്കൊണ്ട് ഏതൊരു കുഞ്ഞിനും അറിവിൻ്റെ ലോകത്തേക്ക് വരാം എന്ന അവസ്ഥയുണ്ടായി. തുഞ്ചൻ പറമ്പിലെ മണലിന് അക്ഷരങ്ങളുടെ ചൂടുണ്ടെന്ന് കവികൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം അക്ഷരങ്ങൾ പഠിപ്പിച്ചത് പുസ്തകം നോക്കിയല്ല, മറിച്ച് മണലിൽ എഴുതിയാണ്. എന്തുകൊണ്ടാണ് മണൽ? മണലിൽ എഴുതുമ്പോൾ തെറ്റിയാൽ മായ്ക്കാം, വീണ്ടും എഴുതാം. മാത്രമല്ല, വിരൽത്തുമ്പിലെ ഞരമ്പുകൾ തലച്ചോറുമായി നേരിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പഴയ വൈദ്യശാസ്ത്രം പറയുന്നു. മണലിലെ ആ സ്പർശനം കുട്ടികളുടെ ബുദ്ധി ഉണർത്തും. എഴുത്തച്ഛൻ ഒരധ്യാപകൻ കൂടിയായിരുന്നു എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധത്തെക്കുറിച്ച് പറയാം. നാരായം, ഇരുമ്പിൻ്റെ കൂർത്ത ഒരു എഴുത്താണി. പച്ച പനയോലയിൽ അഥവാ താളിയോലയിൽ ഈ നാരായം കൊണ്ട് കുത്തി വരച്ചാണ് എഴുതുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മഷിപ്പേനയോ കീബോർഡോ ഒന്നുമല്ല. നല്ല ബലം കൊടുത്ത് ഓല കീറിപ്പോകാതെ അക്ഷരങ്ങൾ കുത്തിവെക്കണം. അദ്ദേഹത്തിൻ്റെ വലതു കൈയിലെ നടുവിരലിൽ നാരായമുരസി വലിയൊരു തഴമ്പുണ്ടായിരുന്നിരിക്കണം. ആ തഴമ്പാണ് മലയാള ഭാഷയുടെ അടിത്തറ. ഓരോ അക്ഷരവും അദ്ദേഹം വിയർപ്പൊഴുക്കി കൊത്തിയെടുത്തതാണ്. ഈ 51 അക്ഷരങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുത്തപ്പോൾ അതിലൊരു വലിയ സാമൂഹിക നീതി കൂടിയുണ്ടായിരുന്നു. സംസ്കൃതം മാത്രം പഠിച്ചവർക്കറിയാവുന്ന ശബ്ദങ്ങളും തമിഴ് മാത്രം അറിയാവുന്നവർക്ക് വഴങ്ങുന്ന ശബ്ദങ്ങളും അദ്ദേഹം ഒരേ തട്ടിൽ കൊണ്ടുവന്നു. ഴ എന്ന അക്ഷരം മലയാളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് സംസ്കൃതത്തിലില്ല. അതുപോലെ ഋ എന്ന അക്ഷരം സംസ്കൃതത്തിലേതാണ്. ഇത് രണ്ടും ഒരേ അക്ഷരമാലയിൽ സ്ഥാനം പിടിച്ചു. അതായത് സവർണന്റെ ഭാഷയും അവർണന്റെ ഭാഷയും തുഞ്ചത്ത പറമ്പിൽ വെച്ച് കൈകോർത്തു.
ഭാഷാപരമായ ഒരു ജാതിരഹിത സമൂഹം അദ്ദേഹം അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മലയാളം കീബോർഡ് അല്ലെങ്കിൽ യുണീകോഡ് ഫോണ്ടുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായി എഴുത്തച്ഛൻ അന്ന് സെറ്റ് ചെയ്ത ആ 51 അക്ഷരങ്ങളുടെ പാറ്റേണിലാണ്. 500 വർഷം മുൻപ് അദ്ദേഹം ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ ഇന്നും ബഗ്ഗുകളൊന്നുമില്ലാതെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വിഷൻ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു രസകരമായ കാര്യം, അദ്ദേഹം കൊണ്ടുവന്ന ഈ ലിപി വായനയെ ജനാധിപത്യവൽക്കരിച്ചു എന്നതാണ്. വട്ടെഴുത്ത് വായിക്കാൻ പ്രത്യേക പരിശീലനം വേണം. എന്നാൽ ഈ പുതിയ ലിപി പഠിക്കാൻ എളുപ്പമാണ്. അക്ഷരവും ഉച്ചാരണവും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട്. ക എന്നെഴുതിയാൽ ക എന്ന് തന്നെ വായിക്കും, ഖായാവില്ല. ഈ കൃത്യത വന്നതോടെ സാധാരണക്കാർക്ക് സ്വയം വായിക്കാമെന്ന ആത്മവിശ്വാസം വന്നു. ആരും വായിച്ചു തരേണ്ട ആവശ്യമില്ല. അറിവ് ആരുടെയും ഇടനിലയില്ലാതെ നേരിട്ട് മനുഷ്യരിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ വീടുകളിൽ രാമായണം വായിക്കുന്ന ശീലം വന്നപ്പോൾ കൂടെ ഈ അക്ഷരങ്ങളും കയറിച്ചെന്നു. മുത്തശ്ശിമാർ കൊച്ചുമക്കൾക്ക് അക്ഷരം പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി. അരിയും തിരിയും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ? അക്ഷരവും വെളിച്ചവും ഒരുമിച്ചു വരുന്ന ആചാരങ്ങൾ. എഴുത്തച്ഛൻ തെളിച്ച ആ വെളിച്ചം അക്ഷരങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അദ്ദേഹം വെറുമൊരു കവിയല്ല, മലയാള ഭാഷയുടെ ശില്പി തന്നെയാണ്. അദ്ദേഹം പണിത ആ അക്ഷര കൊട്ടാരത്തിലാണ് നമ്മൾ ഇന്നും താമസിക്കുന്നത്. സുഹൃത്തുക്കളെ, രാമായണം എഴുതിക്കഴിഞ്ഞതോടെ നമ്മുടെ എഴുത്തച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരുന്നു. സാധാരണക്കാരുടെ മനസ്സിൽ ഭക്തിയുടെ ഒരു വലിയ പ്രളയം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. എന്നാൽ അദ്ദേഹം അവിടെ നിർത്തിയില്ല. കാരണം രാമായണം എന്നത് ഒരു ആദർശ ലോകമാണ്. രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. അനിയന്മാർ ജ്യേഷ്ഠനെ ദൈവത്തെപ്പോലെ കാണുന്നു. ഭാര്യ ഭർത്താവിനെ നിഴൽ പോലെ അനുഗമിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെയാണോ? അല്ല. യഥാർത്ഥ ജീവിതത്തിൽ കുടുംബവഴക്കുണ്ട്, സ്വത്ത് തർക്കമുണ്ട്, ചതിയുണ്ട്, അസൂയയുണ്ട്. ഇതൊക്കെ ഉള്ളൊരു കഥ കൂടി ജനങ്ങൾക്ക് വേണം. ജീവിതത്തിൻ്റെ ഈ കറുപ്പും വെളുപ്പും കലർന്ന യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത അടുത്ത വമ്പൻ പ്രോജക്റ്റാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. ഇതൊരു ചെറിയ കളിയല്ല കേട്ടോ. രാമായണം എന്നുവെച്ചാൽ ഏകദേശം 24,000 ശ്ലോകങ്ങളാണ്. എന്നാൽ മഹാഭാരതമോ? അത് 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ഒരു മഹാസമുദ്രമാണ്. ഇതിലില്ലാത്തത് ഒന്നിലുമില്ല എന്നാണ് ചൊല്ല്. ഇത്രയും ഭീമാകാരമായൊരു ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക്, അതും ലളിതമായ കിളിപ്പാട്ട് രൂപത്തിലേക്ക് മാറ്റുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരാനയെ മൺകുടത്തിൽ ഒതുക്കാൻ നോക്കുന്നത് പോലെ. പക്ഷേ എഴുത്തച്ഛൻ എന്ന മാന്ത്രികൻ അതും സാധിച്ചെടുത്തു. മഹാഭാരതം കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം തൻ്റെ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിച്ചു. വ്യാസന്റെ മഹാഭാരതത്തിലെ നീളൻ ചർച്ചകളും ഉപകഥകളും കാടുകയറിയുള്ള വർണ്ണനകളുമൊക്കെ അദ്ദേഹം വെട്ടിമാറ്റി. പകരം കഥയുടെ കാമ്പ് മാത്രമെടുത്തു. ഇവിടെയും അദ്ദേഹം ഭക്തിക്ക് തന്നെയാണ് മുൻതൂക്കം നൽകിയത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള തല്ലിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് ശ്രീകൃഷ്ണൻ എന്ന സൂത്രധാരനിലേക്കാണ്. വ്യാസന്റെ കൃഷ്ണൻ ഒരു ഗംഭീര രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനുമാണെങ്കിൽ എഴുത്തച്ഛൻ്റെ കൃഷ്ണൻ ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഓമന തിങ്കളാണ്. കണ്ണ, കാർവർണ എന്ന് വിളിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന ഒരു ദൈവം. ഈ കൃതി എഴുതുമ്പോൾ എഴുത്തച്ഛൻ്റെ മനസ്സ് എത്രമാത്രം സംഘർഷഭരിതമായിരുന്നിരിക്കണം. കാരണം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ രാമായണത്തിലെ പോലെ സിമ്പിളല്ല. ധർമ്മപുത്രരെന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ പോലും കള്ളം പറയുന്നുണ്ട്. ഭീഷ്മരെ പോലുള്ള വലിയ മനുഷ്യർ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഈ സങ്കീർണതകളെ അദ്ദേഹം മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ വിധിവിശ്വാസത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിച്ചു. എല്ലാം വിധിയാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ലീലയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമുണ്ടല്ലോ, അത് വെച്ച് അദ്ദേഹം യുക്തിയുടെ ചോദ്യങ്ങളെ നേരിട്ടു. ഇവിടെയും കഥ പറയുന്നത് നമ്മുടെ പഴയ കിളി തന്നെയാണ്. പക്ഷേ ആ കിളിക്ക് ഇപ്പോൾ കുറച്ചുകൂടി പക്വത വന്ന പോലെ തോന്നും. യുദ്ധത്തിൻ്റെ ഭീകരതയും ചോരപ്പുഴകളും ഒക്കെ വർണ്ണിക്കുമ്പോൾ ആ കിളിയുടെ ശബ്ദത്തിൽ ഒരു വിറയൽ നമുക്ക് അനുഭവപ്പെടാം. ഗാന്ധാരിയുടെ വിലാപമൊക്കെ എഴുതുമ്പോൾ എഴുത്തച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകണം. ആ കണ്ണീർ ഉണങ്ങിയ പാടുകൾ ഒരുപക്ഷെ ആ താളിയോലകളിൽ വീണിട്ടുണ്ടാകാം. മഹാഭാരതം കിളിപ്പാട്ടിൽ അദ്ദേഹം ഭഗവത്ഗീതയെ കൈകാര്യം ചെയ്ത രീതി അത്ഭുതകരമാണ്. 700 ശ്ലോകങ്ങളുള്ള ഗീതയെ അദ്ദേഹം വളരെ ചുരുക്കി, എന്നാൽ അതിൻ്റെ സത്ത ഒട്ടും ചോർന്നു പോകാതെ മലയാളത്തിലാക്കി. അർജുനൻ്റെ വിഷാദവും കൃഷ്ണൻ്റെ ഉപദേശവുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും,
ഇതേതോ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗ് നടത്തുകയാണെന്ന്. സംസ്കൃതത്തിന്റെ ഭാരം ഒട്ടുമില്ലാതെ നീ നിന്റെ കർമ്മം ചെയ്യുക, ഫലം എനിക്ക് വിട്ടുതരിക എന്ന തത്വം പാവപ്പെട്ട കർഷകന് പോലും മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം എഴുതിവെച്ചു. മറ്റൊരു രസകരമായ കാര്യം ഈ കൃതിയിൽ അദ്ദേഹം ഉപയോഗിച്ച ഉപമകളാണ്. കേരളീയമായ ഗൃഹാതുരത്വമുണർത്തുന്ന ഉപമകൾ. യുദ്ധക്കളത്തിലെ ആനകളെയും കുതിരകളെയും വർണ്ണിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പുകൾ ഓർമ്മ വരും. ഭീമൻ ദുശാസനന്റെ നെഞ്ചു പിളർക്കുന്ന രംഗമൊക്കെ വായിക്കുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്ക് വിഷ്വലാണ് അദ്ദേഹത്തിന്റെ വരികൾ. ഇന്നത്തെ 4K സിനിമകളെ വെല്ലുന്ന ദൃശ്യവിസ്മയമാണ് വാക്കുകളിലൂടെ അദ്ദേഹം തീർത്തത്. പക്ഷേ മഹാഭാരതം എഴുതി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് എന്തോ ഒരു അപൂർണത തോന്നിയിട്ടുണ്ടാകണം. രാമായണവും മഹാഭാരതവും വലിയ ഗ്രന്ഥങ്ങളാണ്. ഇത് വായിക്കാൻ സമയമുള്ളവർക്ക് മാത്രമേ പറ്റൂ. എന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന, സമയം തീരെയില്ലാത്ത അല്ലെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞ സാധാരണക്കാർക്ക് വേണ്ടി എന്തു ചെയ്യും? അവർക്കും വേണ്ടേ മോക്ഷം? അവർക്ക് വേണ്ടേ അറിവ്? ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത, എന്നാൽ ഒരുപക്ഷെ ഏറ്റവും ജനപ്രിയമായ കൃതിയുടെ ജനനം. അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഹരിനാമ കീർത്തനം എന്ന കൊച്ചു വലിയ കൃതി ജനിക്കുന്നത്. ഞാനിതിനെ കൊച്ചു വലിയ കൃതി എന്ന് വിളിക്കാൻ കാരണമുണ്ട്. വലിപ്പം കൊണ്ടിത് വളരെ ചെറുതാണ്, വെറും 66 പാട്ടുകൾ മാത്രം. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം ഒരു സമുദ്രത്തോളം ആഴമുള്ളതാണ്. ഇത് വെറുമൊരു പ്രാർത്ഥനാഗീതമല്ല, മറിച്ച് മലയാള ഭാഷയുടെയും വേദാന്തത്തിൻ്റെയും ഒരു ക്രാഷ് കോഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 51 അക്ഷരങ്ങളില്ലേ, ആ അക്ഷരങ്ങളെ ജനങ്ങളെ പഠിപ്പിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ചൊരു സൂത്രപണിയായിരുന്നു ഹരിനാമകീർത്തനം. ഇതിലെ ഓരോ പാട്ടും തുടങ്ങുന്നത് അക്ഷരമാലയുടെ ക്രമത്തിലാണ്. ഹരിശ്രീ ഗണപതിയേ നമ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ വരി മുതൽ ആ ആ ഈ എന്നിങ്ങനെ ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ ഓരോ പാട്ടിൻ്റെയും ആദ്യത്തിൽ വരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, പാട്ട് പാടി നടക്കുമ്പോൾ അറിയാതെ തന്നെ അക്ഷരങ്ങളും പഠിക്കുന്നു. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പഞ്ചസാരയിൽ പൊതിഞ്ഞു കൊടുക്കില്ലേ, അതുപോലെ തത്വചിന്തയെ അക്ഷരങ്ങളുടെ മധുരത്തിൽ പൊതിഞ്ഞു നൽകിയ മാജിക്. ഈ കൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ലാളിത്യമാണ്. രാമായണത്തിലെയോ മഹാഭാരതത്തിലെയോ പോലെ വലിയ കഥകളില്ല, സങ്കീർണമായ കഥാപാത്രങ്ങളില്ല. ഉള്ളത് കറപ്പില്ലാത്ത ഭക്തി മാത്രം. ഹരിനാരായണായ നമ എന്ന മന്ത്രം ഓരോ വരിയുടെയും അവസാനം ആവർത്തിക്കുന്നു. ഇത് ചൊല്ലുമ്പോൾ കിട്ടുന്നൊരു താളവും സമാധാനവും അതനുഭവിച്ചു തന്നെ അറിയണം. സന്ധ്യാസമയത്ത് നാമം ജപിക്കാൻ ഇതിലും മികച്ചൊരു കൃതി വേറെയില്ല. ഇതിലെ തത്വചിന്ത നോക്കിയാലോ, ശങ്കരാചാര്യർ വലിയ വലിയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ എഴുതിവെച്ച അദ്വൈത സിദ്ധാന്തം എഴുത്തച്ഛൻ ഒരു കൊച്ചുദാഹരണത്തിലൂടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു. ചന്ദ്രന്റെ വെളിച്ചം പല കുടങ്ങളിലെ വെള്ളത്തിൽ കാണുമ്പോൾ പലതായി തോന്നുമെങ്കിലും ആകാശത്തുള്ള ചന്ദ്രൻ ഒന്നേയുള്ളൂ. അതുപോലെയാണ് ദൈവം. പലരിലും പലതായി കാണുന്നുണ്ടെങ്കിലും സത്യം ഒന്നാണ്. എത്ര സിമ്പിളായാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞു വെച്ചത്. ഐൻസ്റ്റീൻ്റെ തിയറിയെ LKG കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ. ഹരിനാമകീർത്തനം ഒരു സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു. അക്കാലത്ത് വേദങ്ങൾ ചൊല്ലാൻ അധികാരമില്ലാത്തവർക്ക് അതിന് പകരമായി ചൊല്ലാൻ കിട്ടിയ വേദമായിരുന്നു ഇത്. ഇതൊരു മലയാളം വേദമാണെന്ന് വേണമെങ്കിൽ പറയാം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇത് ഏറ്റെടുത്തു. പാടത്ത് ഞാറു നടന്ന സ്ത്രീകൾ, വഞ്ചി തുഴയുന്നവർ, കുട്ടികൾ എല്ലാവരുടെയും ചുണ്ടിൽ ഈ കീർത്തനം തത്തിക്കളിച്ചു. അദ്ദേഹം ഇതിൽ അരിയും തിരിയും എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ജീവിതമെന്നത് അരി അഥവാ ഭക്ഷണം പോലെ അത്യാവശ്യമായ കാര്യങ്ങളും തിരി എന്നാൽ വെളിച്ചം പോലെ ആത്മീയമായ കാര്യങ്ങളും ചേർന്നതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വെറും വയർനിറയ്ക്കൽ മാത്രമല്ല ജീവിതം, മനസ്നിറയ്ക്കൽ കൂടിയാണെന്ന് അദ്ദേഹം പാവപ്പെട്ടവരോട് പറഞ്ഞു. പിന്നെ ഇതിൽ ഒളിപ്പിച്ചു വെച്ച മറ്റൊരു കാര്യമുണ്ട്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ. ഈ ശരീരം വെറും ഒരു തോല് പൊതിഞ്ഞ കൂടാണ്, ഇതിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹം കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയ പണക്കാരനായാലും രാജാവായാലും ഒന്നിരുത്തി ചിന്തിക്കും, ശരിയാണല്ലോ, നാളെ ചത്തുപോയാൽ ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതല്ലേ എന്ന ബോധമുണ്ടാക്കാൻ ഈ വരികൾക്ക് കഴിഞ്ഞു. മഹാഭാരതത്തിൻ്റെ ഗാംഭീര്യത്തിന് ശേഷം ഹരിനാമകീർത്തനത്തിൻ്റെ ശാന്തതയിലേക്ക് എഴുത്തച്ഛൻ മാറിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. വലിയ യുദ്ധങ്ങളും ബഹളങ്ങളും കഴിഞ്ഞ് ഒടുവിൽ ശാന്തമായ ഒരു നദീതീരത്തിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ. അക്ഷരങ്ങൾ കൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ സാമ്രാജ്യം അവസാനം ലളിതമായ ഒരു നാമജപത്തിൽ ഒതുങ്ങുന്നു. അറിവിൻ്റെ പരമോന്നത സ്ഥാനമെന്നത് എളിമയാണെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു.
ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശസ്തമായ കീർത്തനങ്ങളും പാട്ടുകളും ഉണ്ടെങ്കിലും ഹരിവാമ കീർത്തനത്തിന് കിട്ടിയ സ്വീകാര്യത വേറൊന്നിനും കിട്ടിയിട്ടില്ല. അച്ചടി മഷി പുരുളുന്നതിനു മുമ്പേ മലയാളിയുടെ മനസ്സിൽ അച്ചടിക്കപ്പെട്ട വരികളാണിവ. അക്ഷരം പഠിക്കുന്ന കുട്ടി ആദ്യം എഴുതുന്നതും വയസ്സായി മരിക്കാൻ കിടക്കുന്ന മുത്തശ്ശി അവസരണം ചൊല്ലുന്നതും ഒരേ വരികളാണ്: ഹരിനാരായണായ നമ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് പുസ്തകങ്ങളെക്കുറിച്ചും അക്ഷരങ്ങളെക്കുറിച്ചുമാണല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനെല്ലാം പിന്നിൽ സംഭവിച്ച വലിയൊരു സാമൂഹിക മാറ്റത്തെക്കുറിച്ചാണ്. ഇതിനെ ചരിത്രകാരന്മാർ ഭക്തിപ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് വെറും പൂജയും വഴിപാടും മാത്രമല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി അടഞ്ഞുകിടന്ന അറിവിൻ്റെ ഡാമുകൾ തകർന്ന് സാധാരണക്കാരുടെ വരണ്ട ജീവിതത്തിലേക്ക് ഒഴുകിപ്പരന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എഴുത്തച്ഛൻ ആ ഡാമിന് വെച്ച ചെറിയൊരു വിള്ളലായിരുന്നു പിന്നീടത് വലിയൊരു പ്രവാഹമായി മാറി. 16-ാം നൂറ്റാണ്ടിലെ കേരളം ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. അവിടെ ജാതി വ്യവസ്ഥ അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുകയാണ്. ബ്രാഹ്മണരുടെ ഇല്ലങ്ങളിൽ നിന്നും കോവിലകങ്ങളിൽ നിന്നും വേദമന്ത്രങ്ങൾ കേൾക്കാം. എന്നാൽ പുറത്തിറങ്ങിയാൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും. താഴ്ന്ന ജാതിക്കാരൻ വഴിമാറി നടക്കണം, അമ്പലത്തിൽ കയറാൻ പാടില്ല, അക്ഷരം പഠിക്കാൻ പാടില്ല. ദൈവം എന്നത് ഉന്നത ജാതിക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയായിരുന്നു. അവർ വിചാരിച്ചാൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കൂ എന്നൊരവസ്ഥ. ഇവിടേക്കാണ് എഴുത്തച്ഛൻ തൻ്റെ കിളിപ്പാട്ടുമായി വരുന്നത്. പെട്ടെന്നൊരു ദിവസം നാട്ടിൻപുറങ്ങളിൽ ഒരു മാറ്റം കണ്ടു തുടങ്ങി. വയലിൽ പണിയെടുക്കുന്നവർ, തെങ്ങു കയറുന്നവർ, വള്ളം തുഴയുന്നവർ, ഇവരുടെയൊക്കെ ചുണ്ടുകളിൽ പാട്ടുകൾ തത്തിക്കളിക്കാൻ തുടങ്ങി. അത് വെറും നാടൻ പാട്ടുകളല്ല, മറിച്ച് സംസ്കൃതത്തിൻ്റെ ഗാംഭീര്യവുമുള്ള, എന്നാൽ മലയാളത്തിൻ്റെ മധുരവുമുള്ള രാമായണ വരികളാണ്. ഇതെന്താ അത്ഭുതം! ഇന്നലെ വരെ മിണ്ടാതിരുന്നവർ ഇന്ന് വേദാന്തം പറയുന്നു എന്ന് യാഥാസ്ഥിതികർ ഞെട്ടിത്തെറിച്ചു കാണും. അതുവരെ അറിവ് എന്നത് ഗുരുമുഖത്ത് നിന്ന് ശിഷ്യനിലേക്ക് മാത്രം, അതും രഹസ്യമായി കൈമാറിയിരുന്ന ഒന്നായിരുന്നു. എന്നാൽ എഴുത്തച്ഛൻ ആ രീതി പൊളിച്ചെഴുതി. പുസ്തകമാണ് ഗുരു എന്ന പുതിയൊരു രീതി അദ്ദേഹം കൊണ്ടുവന്നു. ആർക്കും ഗുരുവിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഓലകൾ വായിച്ച് അറിവ് നേടാം. ഇതൊരു സൈലന്റ് റെവല്യൂഷനായിരുന്നു. ആരും വാളെടുത്തില്ല, ആരും മുദ്രാവാക്യം വിളിച്ചില്ല. പക്ഷേ ഓരോ വീട്ടിൻ്റെയും ഉമ്മറത്തിരുന്നു വൈകുന്നേരങ്ങളിൽ ഈ വരികൾ ഉറക്കെ ചൊല്ലിയപ്പോൾ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജാതിയുടെ വേലിക്കെട്ടുകൾക്ക് ഇളക്കം തട്ടി. സമൂഹത്തിലെ പവർ ഡൈനാമിക്സ് തന്നെ ഇത് മാറ്റിമറിച്ചു. അതുവരെ ഒരു കാര്യത്തിൻ്റെ ശരിയും തെറ്റും തീരുമാനിച്ചിരുന്നത് പണ്ഡിതന്മാരായിരുന്നു. ഇതാണ് ധർമ്മം എന്നവർ പറയും, ബാക്കിയുള്ളവർ അതനുസരിക്കും. എന്നാൽ രാമായണവും മഹാഭാരതവും സ്വന്തം ഭാഷയിൽ വായിക്കാൻ തുടങ്ങിയതോടെ സാധാരണക്കാരനും സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങി. അല്ല, രാമൻ ചെയ്തത് ഇങ്ങനെയല്ലേ, കൃഷ്ണൻ പറഞ്ഞത് അങ്ങനെയല്ലേ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള അറിവ് അവർക്ക് കിട്ടി. അറിവ് അധികാരമാണ് എന്ന് പറയുന്നത് എത്ര സത്യമാണെന്ന് ഈ കാലഘട്ടം തെളിയിച്ചു. മറ്റൊരു പ്രധാന കാര്യം ദൈവത്തോടുള്ള സമീപനത്തിൽ വന്ന മാറ്റമാണ്. അതുവരെ ദൈവമെന്നത് ഭയപ്പെടേണ്ട ഒന്നായിരുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന, ദൂരെ മാറി നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഭക്തിപ്രസ്ഥാനം ദൈവത്തെ സ്നേഹിക്കാവുന്ന, കൂടെ നടക്കുന്ന സുഹൃത്തായി മാറ്റി. എഴുത്തച്ഛൻ്റെ കൃതികളിലെ ഭക്തി ഭയത്തിൽ നിന്നുള്ളതല്ല, സ്നേഹത്തിൽ നിന്നുള്ളതാണ്. ഈ സ്നേഹം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയും സ്വാധീനിച്ചു. എല്ലാവരിലും ദൈവമുണ്ട് എന്ന് പഠിച്ചപ്പോൾ അയൽക്കാരനെ വെറുക്കാൻ പാടില്ല എന്നൊരു തോന്നൽ ജനങ്ങളിലുണ്ടായി. പൂർണ്ണമായും ജാതി പോയി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ മൂർച്ച കുറയ്ക്കാൻ ഈ വരികൾക്ക് കഴിഞ്ഞു. തുഞ്ചൻ പറമ്പ് അക്കാലത്ത് ഒരു സാംസ്കാരിക തലസ്ഥാനം പോലെയായിരുന്നു. അവിടെ ജാതി നോക്കാതെ ആർക്കും വരാമായിരുന്നു. എഴുത്തച്ഛൻ്റെ ശിഷ്യപരമ്പരയിൽ പല ജാതിയിൽപ്പെട്ടവരുമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അറിവ് തേടി വരുന്നവൻ്റെ ജാതി ചോദിക്കരുത് എന്നൊരു അലിഖിത നിയമം അദ്ദേഹം അവിടെ നടപ്പിലാക്കി. ഇന്നത്തെ വായനശാലകളുടെയും സ്കൂളുകളുടെയും ആദ്യ രൂപം നമുക്കവിടെ കാണാം. സുഹൃത്തുക്കളെ, ഈ സാമൂഹിക മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് ആർക്കാണെന്നറിയാമോ? കേരളത്തിലെ സ്ത്രീകൾക്കാണ്. അതുവരെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരുന്ന അവർക്ക് സാഹിത്യത്തിലേക്കുള്ളൊരു ജനാലയാണ് എഴുത്തച്ഛൻ തുറന്നുകൊടുത്തത്. സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് രാമായണം വായിക്കുക എന്നത് സ്ത്രീകളുടെ അവകാശവും കടമയുമായി മാറി. അക്ഷരം പഠിക്കാൻ അവർക്കതൊരു വലിയ അവസരമായിരുന്നു. പുരുഷന്മാർ പുറത്തു പണിക്കു പോകുമ്പോൾ വീടുകളിൽ സംസ്കാരം കാത്തു സൂക്ഷിച്ചത് സ്ത്രീകളാണ്. അമ്മമാർ മക്കൾക്ക് കഥ പറഞ്ഞുകൊടുത്തു, വരികൾ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ കേരളത്തിൻ്റെ ആദ്യത്തെ അധ്യാപകർ വീടുകളിലെ അമ്മമാരായി മാറി. ഇതൊരു സാംസ്കാരിക ഏകീകരണം കൂടിയായിരുന്നു.
16-ാം നൂറ്റാണ്ടിൽ കേരളമെന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനമില്ല. കൊച്ചിയും തിരുവിതാംകൂറും സാമൂതിരിയുടെ നാടുമൊക്കെയായി പല കഷണങ്ങൾ. ഓരോ സ്ഥലത്തും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. തെക്കൻ കേരളത്തിൽ പറയുന്ന മലയാളം വടക്കൻ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകില്ല. എന്നാൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ വന്നതോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാവരും ഒരേ ഭാഷ പാടാൻ തുടങ്ങി. ചിതറിക്കിടന്നിരുന്ന ഒരു ജനതയെ മലയാളി എന്ന ഒറ്റ നൂലിൽ കോർത്തെടുത്തത് ഈ കൃതികളാണ്. ഭാഷാപരമായ അതിരുകൾ മാഞ്ഞപ്പോൾ മാനസികമായ അതിരുകളും കുറഞ്ഞു. ചില ചരിത്രകാരന്മാർ ഇന്നും ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. എഴുത്തച്ഛൻ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവകാരിയായിരുന്നോ അതോ ഒരു സമാധാനവാദിയായിരുന്നോ? കാരണം അദ്ദേഹം ഒരിക്കലും ജാതി വ്യവസ്ഥയെ നേരിട്ട് വിമർശിച്ചിട്ടില്ല. ജാതി വേണ്ട എന്ന് അദ്ദേഹം എവിടെയും എഴുതിയിട്ടില്ല. പകരം അദ്ദേഹം ചെയ്തത് ജാതിക്ക് മുകളിൽ ഭക്തിയെ പ്രതിഷ്ഠിക്കുകയാണ്. നീ ഏത് ജാതി ആയാലും കുഴപ്പമില്ല, രാമനാമം ജപിച്ചാൽ മോക്ഷം കിട്ടും എന്ന നിലപാട് ഇത് അന്നത്തെ സാമൂഹിക സംഘർഷങ്ങളെ കുറയ്ക്കാൻ സഹായിച്ചു. നേരിട്ട് യുദ്ധം ചെയ്യാതെ ഉള്ളിൽ നിന്ന് വ്യവസ്ഥിതിയെ മാറ്റിയ തന്ത്രശാലിയായിരുന്നു അദ്ദേഹം. മറ്റൊരു രസകരമായ കാര്യം ഈ ഭക്തിപ്രസ്ഥാനം കലകളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ്. കഥകളി, തുള്ളൽ, കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്കെല്ലാം എഴുത്തച്ഛൻ്റെ കൃതികൾ വലിയൊരു ഊർജമായി. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് നടന്നിരുന്ന കലകൾ മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഉത്സവപ്പറമ്പുകളിൽ രാമായണവും മഹാഭാരതവും ആടിയും പാടിയും അവതരിപ്പിക്കപ്പെട്ടു. നിരക്ഷരരായവർക്ക് പോലും കണ്ടു മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. അങ്ങനെ സാഹിത്യം പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി സ്റ്റേജുകളിലേക്കെത്തി. നമ്മളിന്ന് കാണുന്ന കേരളത്തിൻ്റെ മതേതര മനസ്സ് രൂപപ്പെടുന്നതിൽ പോലും ഈ കാലഘട്ടം പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ ധാരാളമുള്ള മലപ്പുറത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഒരു യാദൃച്ഛികതയല്ല. എഴുത്തച്ഛൻ്റെ വരികൾക്ക് മതത്തിനപ്പുറമുള്ള ഒരു സ്വീകാര്യതയുണ്ടായിരുന്നു. മാപ്പിളപ്പാട്ടുകളിൽ പോലും കിളിപ്പാട്ട് ശൈലിയുടെ സ്വാധീനം കാണാം. ഭാഷ എല്ലാവർക്കും ഒന്നാണല്ലോ. അവസാനമായി ഈ കാലഘട്ടം സാധാരണക്കാരന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. തങ്ങൾക്കും ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം, തങ്ങൾക്കും സാഹിത്യം ആസ്വദിക്കാം എന്ന തിരിച്ചറിവ് കുടിലുകളിലെ ഇരുണ്ട മൂലകളിൽ ഇരുന്നിരുന്നവർക്ക് തങ്ങളും ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിത്തുടങ്ങിയ നിമിഷങ്ങൾ. അക്ഷരങ്ങൾ ഇല്ലങ്ങളിലെ പത്തായപ്പുരയിൽ നിന്ന് ഇറങ്ങി പാവപ്പെട്ടവൻ്റെ ഓലക്കുടിലിലെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ തെളിഞ്ഞത് കേരളത്തിൻ്റെ ഭാവിയായിരുന്നു. അങ്ങനെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം എന്ന വലിയ പ്രക്രിയയ്ക്ക് എഴുത്തച്ഛൻ തിരികൊളുത്തി. അദ്ദേഹം പാകിയ വിത്തുകളാണ് പിൽക്കാലത്ത് കേരളത്തെ 100% സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറ്റിയത്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പിൽക്കാലത്തെ നവോത്ഥാന നായകന്മാർ പ്രവർത്തിച്ചത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഐതിഹ്യമായി മാറുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. രാമായണവും മഹാഭാരതവുമൊക്കെ ഹിറ്റായതോടെ അദ്ദേഹത്തിനു ചുറ്റും ഭക്തിയുടെയും ആരാധനയുടെയും ഒരു വലിയ വലയം രൂപപ്പെട്ടു. പക്ഷേ വെളിച്ചം കൂടുമ്പോൾ നിഴലിൻ്റെ കടുപ്പവും കൂടും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വർദ്ധിച്ചപ്പോൾ കൂടെ ശത്രുക്കളും കൂടി. അക്കാലത്തെ പ്രമാണിമാർക്കും യാഥാസ്ഥിതികരായ പണ്ഡിതന്മാർക്കും അദ്ദേഹത്തിൻ്റെ വളർച്ച ഒട്ടും ദഹിച്ചിരുന്നില്ല. ഇന്നലെ പെയ്ത മഴയ്ക്കും മുളച്ച തകര എന്ന മട്ടിലായിരുന്നു അവരുടെ പരിഹാസം. അസൂയ മൂത്ത ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ വെട്ടിലാക്കാൻ പല വഴികളും നോക്കി. ഇതിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു സംഘം സംസ്കൃത പണ്ഡിതന്മാർ അദ്ദേഹത്തെ അപമാനിക്കാൻ തീരുമാനിച്ചു. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ എഴുത്തച്ഛ, നീ രാമായണം മുഴുവൻ തർജ്ജമ ചെയ്ത ആളല്ലേ? എങ്കിൽ പറയൂ, രാമായണത്തിലാകെ എത്ര ര എന്ന അക്ഷരമുണ്ട്? ഇതൊരു കുടുക്ക് ചോദ്യമാണ്. ആർക്കെങ്കിലും ഇത് എണ്ണി നോക്കാൻ പറ്റുമോ? പക്ഷേ എഴുത്തച്ഛൻ ഒട്ടും കൂസാതെ മറുപടി നൽകി. മഹാസമുദ്രത്തിൽ എത്ര തിരകളുണ്ടോ അത്രയും രാമായണത്തിലുണ്ട്. അതായത് രാമായണം രാമന്റെ സമുദ്രമാണ്, അതിലക്ഷരങ്ങൾ തിരകൾ പോലെ അനന്തമാണ് എന്ന്. ആ മറുപടി കേട്ട് ചോദ്യം ചോദിച്ചവർ വായടച്ചു പോയത്രേ. ഇത്തരം ബുദ്ധിപരമായ മറുപടികൾ മാത്രമല്ല, അമാനുഷികമായ ചില കഥകളും അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് എണ്ണയില്ലാത്ത വിളക്ക് എന്ന കഥ. എഴുത്തച്ഛൻ തൻ്റെ എഴുത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല. പലപ്പോഴും രാത്രി വൈകുവോളം അദ്ദേഹം എഴുതും. ഒരിക്കൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്കിലെ എണ്ണ തീർന്നുപോയി. തിരി കരിഞ്ഞ് കെടാറായി. പക്ഷേ ആവേശം മൂത്ത അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. അടുത്തിരുന്ന വെള്ളം തൊട്ട് അദ്ദേഹം വിളക്കിലേക്ക് ഒഴിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ തിരി വെള്ളത്തിൽ കിടന്ന് എണ്ണയിലെന്ന പോലെ ആളിക്കത്തി.
അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അറിവിൻ്റെ തീ അത്രയ്ക്ക് ശക്തമായിരുന്നുവെന്ന് കാണിക്കാനാണ് പഴമക്കാർ ഈ കഥ പറയുന്നത്. സരസ്വതി ദേവി നേരിട്ട് വന്ന് അദ്ദേഹത്തിന് വെളിച്ചം പിടിച്ചുകൊടുത്തു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അദ്ദേഹത്തിന് മന്ത്രശക്തിയുണ്ടെന്നും ആളുകൾ വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ അസൂയക്കാരായ ചിലർ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഒരു മന്ത്രവാദിയെ ഏർപ്പാടാക്കി. ആ മന്ത്രവാദി അന്ന് രാത്രി തുഞ്ചൻ പറമ്പിലെത്തി കൂടോത്രവും പൂജയും തുടങ്ങി. പക്ഷേ എഴുത്തച്ഛൻ രാമനാമം ജപിച്ചുകൊണ്ട് എഴുതുന്ന ആ കാഴ്ച കണ്ടപ്പോൾ മന്ത്രവാദിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. അദ്ദേഹത്തിന് ചുറ്റും ഒരു രക്ഷാകവചം പോലെ അക്ഷരങ്ങൾ പറന്നു നടക്കുന്നത് മന്ത്രവാദി കണ്ടു അത്രേ. അവസാനം എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞ് ആ മന്ത്രവാദി ശിഷ്യനായി മാറി എന്നാണ് കഥ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ചരിത്രവും ഐതിഹ്യവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരു സമയമാണത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത വേഗത്തിലും പൂർണ്ണതയിലുമാണ് അദ്ദേഹം കൃതികൾ രചിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വെറും ഒരു കവിയായിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഒരു അവതാരമായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ തലവേദന സ്വന്തം ശിഷ്യന്മാർ തന്നെയായിരുന്നു. അറിവ് തേടി ധാരാളം പേർ വന്നെങ്കിലും എല്ലാവരും യോഗ്യരായിരുന്നില്ല. എന്നാൽ ഇക്കൂട്ടത്തിൽ വളരെ വിചിത്രമായ ഒരു ശിഷ്യനുണ്ടായിരുന്നു, സൂര്യനാരായണൻ. ബാക്കി എല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരായിരുന്നപ്പോൾ ഇയാൾ എപ്പോഴും മദ്യപിച്ച് ലക്കുകെട്ട് നടക്കുകയാണെന്നാണ് മറ്റുള്ളവർ പരാതിപ്പെട്ടത്. ഗുരോ, ഇവനെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഇവൻ ആശ്രമത്തിന് ചീത്തപ്പേരാണ് എന്ന് മറ്റു ശിഷ്യന്മാർ എഴുത്തച്ഛനോട് എപ്പോഴും പരാതി പറയും. പക്ഷേ എഴുത്തച്ഛൻ ചിരിച്ചുകൊണ്ട് അവൻ ഇരിക്കട്ടെ എന്ന് മാത്രം പറയും. ഈ മദ്യപാനിയായ ശിഷ്യനെക്കുറിച്ച് വളരെ രസകരമായൊരു ട്വിസ്റ്റ് വരാനുണ്ട്. യഥാർത്ഥത്തിൽ സൂര്യനാരായണൻ മദ്യപിക്കുകയായിരുന്നില്ല, മറിച്ച് ഭക്തിയുടെ ലഹരിയിൽ മയങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എഴുത്തച്ഛൻ മനസ്സിലാക്കിയിരുന്നത്. പുറം ലോകം കാണുന്നത് ഒരു കുടിയനെയാണ്, പക്ഷെ ഗുരു കാണുന്നത് ഒരു ജ്ഞാനിയെയാണ്. ഇതിനെ തെളിയിക്കാൻ എഴുത്തച്ഛൻ ഒരു പരീക്ഷണം നടത്തി. ഒരു ദിവസം പതിവ് പോലെ സൂര്യനാരായണൻ ഉച്ചയുറക്കത്തിലാണെന്ന് കരുതി മറ്റു ശിഷ്യന്മാർ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അപ്പോൾ എഴുത്തച്ഛൻ അവരെ വിളിച്ചു. നിങ്ങൾ അവനെ നോക്കൂ, അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ടോ? ശിഷ്യന്മാർ നോക്കിയപ്പോൾ കണ്ടത് സൂര്യനാരായണന്റെ വായിൽ നിന്നും നുരയും പതയും വരുന്നതാണ്. കണ്ടില്ലേ ഗുരോ, അവൻ കള്ളുകുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്, അവർ പറഞ്ഞു. പക്ഷേ എഴുത്തച്ഛൻ പറഞ്ഞു, അല്ല, നിങ്ങൾ അടുത്തുപോയി നോക്കൂ. അവർ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആ നുരയ്ക്കും പതയ്ക്കും കൊടുങ്കള്ളിന്റെ മണമല്ല, മറിച്ച് പാൽപായസത്തിന്റെ ഗന്ധമായിരുന്നു. ഭക്തിയുടെ അമൃതമാണ് അവൻ കുടിക്കുന്നത് എന്ന് ശിഷ്യന്മാർക്ക് അന്നു മനസ്സിലായി. പിന്നീട് ഈ ശിഷ്യനാണ് സൂര്യനാരായണൻ എഴുത്തച്ഛൻ എന്ന പേരിൽ പ്രശസ്തനായ കവിയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ സ്കന്ദപുരാണം എന്ന കൃതി മലയാള സാഹിത്യത്തിലെ മറ്റൊരു രത്നമാണ്. മറ്റൊരു കഥയുള്ളത് എഴുത്തച്ഛൻ്റെ മകളെക്കുറിച്ചാണ്. ഐതിഹ്യങ്ങൾ പ്രകാരം എഴുത്തച്ഛനൊരു മകളുണ്ടായിരുന്നു. അവളും അച്ഛനെപ്പോലെ വലിയ അറിവുള്ളവളായിരുന്നു. ഒരിക്കൽ എഴുത്തച്ഛൻ രാമായണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരിയുടെ അർത്ഥത്തിൽ സംശയം തോന്നി. അദ്ദേഹം ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അടുക്കളയിൽ നിന്ന് മകൾ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ്. എഴുത്തച്ഛൻ ഞെട്ടിപ്പോയി. തനിക്ക് കിട്ടാത്ത അർത്ഥം മകൾക്ക് എങ്ങനെ കിട്ടി? സ്ത്രീകളും അറിവിൽ ഒട്ടും പിന്നിലല്ല എന്ന് അദ്ദേഹം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കാലം കടന്നുപോയപ്പോൾ തിരൂരിലെ ജീവിതം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി. അസൂയക്കാരുടെ ശല്യം സഹിക്കാവുന്നതിലും അപ്പുറമായി. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ അവസാന കാലത്ത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റുന്നത്. അവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് അദ്ദേഹം ഒരു ആശ്രമം അഥവാ ഒരു മഠം സ്ഥാപിച്ചു. ഇന്നും ചിറ്റൂർ ഗുരുമഠം എന്ന പേരിൽ ആ സ്ഥലം നിലനിൽക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം സമാധിയായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിറ്റൂരിലെ ജീവിതത്തിലും അത്ഭുതങ്ങൾക്ക് കുറവില്ലായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ബ്രാഹ്മണർ അദ്ദേഹത്തെ അംഗീകരിക്കാൻ മടിച്ചു. ഇതൊരു അഗ്രഹാരമാണ്, ഇവിടെ ശൂദ്രൻ എന്ത് കാര്യം എന്നായിരുന്നു അവരുടെ ചോദ്യം. പക്ഷേ എഴുത്തച്ഛൻ്റെ ഭക്തിയും അറിവും കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവിടുത്തെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോലും ബ്രാഹ്മണർ അദ്ദേഹത്തെ അനുവദിച്ചു എന്ന് പറയപ്പെടുന്നു. ജാതിയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുന്ന കാഴ്ച. അദ്ദേഹത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വ്യക്തമായ രേഖകളില്ല. ചിലർ പറയുന്നു അദ്ദേഹം കാശിയിലേക്ക് പോയി എന്ന്, മറ്റു ചിലർ പറയുന്നു ചിറ്റൂരിൽ വെച്ച് തന്നെ സമാധിയായി എന്ന്. എന്തായാലും അദ്ദേഹം മരിച്ചപ്പോൾ തൻ്റെ എഴുത്താണി നാരായം ചിറ്റൂരിലെ മഠത്തിൽ ഏൽപ്പിച്ചു എന്നാണ് വിശ്വാസം. ഇന്നും വിജയദശമി ദിവസം ആ എഴുത്താണി പുറത്തെടുത്ത് പൂജിക്കാറുണ്ട്. അത് കാണാൻ ആയിരങ്ങളാണ് അവിടെ കൂടുന്നത്. ആ ഇരുമ്പു നാരായത്തിന് ഒരു ദിവ്യശക്തിയുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. എഴുത്തച്ഛൻ വെറുമൊരു മനുഷ്യനായിരുന്നോ അതോ ഗന്ധർവനായിരുന്നോ എന്നൊക്കെ പഴമക്കാർ ചോദിക്കാറുണ്ട്. തുഞ്ചൻ പറമ്പിലെ മണ്ണിൽ നിന്ന് കിട്ടിയ ഒരു വിഗ്രഹം എന്നൊക്കെയാണ് കവികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഈ ഐതിഹ്യങ്ങളെല്ലാം ശരിയാണോ എന്ന് ചോദിച്ചാൽ ചരിത്രപരമായി തെളിവില്ലായിരിക്കാം. പക്ഷേ
ഒരു ജനത തങ്ങളുടെ നായകനെ എത്രത്തോളം സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ കഥകൾ. അവർ അദ്ദേഹത്തെ മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് പ്രതിഷ്ഠിച്ചു. എണ്ണയില്ലാത്ത വിളക്കും മദ്യപാനിയായ ശിഷ്യനുമൊക്കെ ആ സ്നേഹത്തിൽ നിന്നുണ്ടായ കഥകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു കിളിപ്പാട്ട് പോലെയായിരുന്നു. നിറയെ ട്വിസ്റ്റുകളും ഭക്തിയും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു നീണ്ട കവിത. ആ കവിത കേട്ട് കേരളം മുഴുവൻ ഉറങ്ങി, പിന്നെ പുതിയൊരു വെളിച്ചത്തിലേക്ക് ഉണർന്നു. നമ്മുടെ യാത്ര അവസാനിക്കാൻ പോകുന്നത് 16-ാം നൂറ്റാണ്ടിലല്ല, മറിച്ച് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ തിരൂരിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വിജയദശമി ദിവസം തുഞ്ചൻ പറമ്പിൽ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പോകണം. അത് വെറുമൊരു സ്ഥലമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുത്തച്ഛൻ എവിടെയാണോ ഇരുന്നെഴുതിയത്, ആ മണ്ണിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കൊണ്ട് ആദ്യത്തെ അക്ഷരം എഴുതിക്കാൻ പതിനായിരങ്ങളാണ് അവിടെ ഒഴുകിയെത്തുന്നത്. ആ മണ്ണ് വെറും മണ്ണല്ല, അതിനൊരു പ്രത്യേക ഔഷധ ഗുണമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അവിടെയുള്ള മണൽത്തരികളിൽ ഓരോന്നിലും എഴുത്തച്ഛൻ്റെ വിരൽപ്പാടുകളുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരൽപ്പം മണൽവാരി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നവരുണ്ട്. കുട്ടികൾ പഠിക്കാൻ മടിക്കുമ്പോൾ ഈ മണൽ അല്പമെടുത്ത് അവരുടെ തലയിലിടും. അറിവിൻ്റെ ദേവത അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. നോക്കൂ, ഒരു എഴുത്തുകാരൻ മരിച്ച് 500 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തെ മണ്ണ് പോലും ആളുകൾ പവിത്രമായി കരുതണമെങ്കിൽ ആ മനുഷ്യൻ ജനങ്ങളുടെ മനസ്സിൽ എത്ര ആഴത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. വിദ്യാരംഭ ദിവസത്തെ ആ കാഴ്ചയൊന്ന് കാണേണ്ടതാണ്. ജാതിയും മതവും പണവും ഒന്നുമില്ലാത്ത ഒരു വലിയ ജനസഞ്ചയം. അവിടെ വിരലുകളിൽ സ്വർണ്ണമോതിരമിട്ട് കുഞ്ഞുങ്ങളുടെ നാവുകളിൽ ഹരിശ്രീ കുറിക്കുന്ന ആചാര്യന്മാർ. കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടാകും, ചിലർ ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ആ നാവിലേക്ക് സ്വർണം തൊടുമ്പോൾ അത് എഴുത്തച്ഛൻ്റെ നാരായണാണെന്ന് നമ്മൾ സങ്കല്പിച്ചു പോകും. അറിവ് എന്നത് മധുരമുള്ള ഒന്നാണെന്നും അത് നാവിലൂടെ ഉള്ളിലേക്കിറങ്ങേണ്ടതാണെന്നും ഈ ചടങ്ങ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തുഞ്ചൻ പറമ്പിൽ ഇന്നും ആ കാഞ്ഞിരമരമുണ്ട്. പഴയ മരത്തിൻ്റെ സ്ഥാനത്ത് പുതിയത് കിളിർത്തു വന്നതാകാം. അതിൻ്റെ ഇലകൾക്ക് ഇന്നും മധുരമാണോ എന്ന് ചോദിച്ചാൽ ഭക്തിയുള്ളവർ പറയും അതേന്ന്, യുക്തിവാദികൾ പറയും അല്ലാന്ന്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു ശാന്തതയുണ്ട്. തിരൂരിലെ തിരക്കേറിയ ടൗണിന് നടുവിലാണെങ്കിലും ആ മതിലുകൾക്കുള്ളിൽ കടന്നാൽ വല്ലാത്തൊരു നിശബ്ദതയാണ്. കിളികളുടെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കൂ. എഴുത്തച്ഛൻ തൻ്റെ കിളിയെ അവിടെ എവിടെയോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടാകാം. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന സ്മാരകങ്ങളും മ്യൂസിയവുമൊക്കെ ഉണ്ടെങ്കിലും ആ സ്ഥലത്തിൻ്റെ ജീവൻ എന്നത് അവിടുത്തെ വായുവാണ്. മലയാളം എന്ന ഭാഷ ശ്വസിക്കുന്ന വായു. കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് തുഞ്ചൻ പറമ്പ് എന്നത് മെക്ക പോലെയാണ്. അവിടെ ഇരുന്ന് ഒരു വരിയെങ്കിലും എഴുതാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യമായി അവർ കരുതുന്നു. എം.ടി. വാസുദേവൻ നായരെ പോലുള്ള ആധുനിക സാഹിത്യത്തിലെ കുലപതികൾ പോലും ആ മണ്ണിൽ വരുമ്പോൾ കൈകൂപ്പി മാത്രമേ നിൽക്കാറുള്ളൂ. അതാണ് ആ സ്ഥലത്തിൻ്റെ പവർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇരുമ്പ് നാരായം ഓർമ്മയില്ലേ? അത് ചിറ്റൂരിലാണുള്ളതെങ്കിലും അതിൻ്റെ അദൃശ്യമായ സാന്നിധ്യം തിരൂരിലുമുണ്ട്. അക്ഷരങ്ങൾ വെളിച്ചമാണെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ സ്വിച്ച് ബോർഡ് ഇരിക്കുന്നത് ഇവിടെയാണ്. മലയാളികൾ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അമ്മ എന്നോ അച്ഛനെന്നോ മലയാളത്തിൽ വിളിക്കുമ്പോൾ അറിയാതെ അവൾ എഴുത്തച്ഛന് നന്ദി പറയുകയാണ്. കാരണം ആ വാക്കുകൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥവും സൗന്ദര്യവും നൽകിയത് അദ്ദേഹമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മംഗ്ലീഷ് എഴുതുമ്പോൾ നമ്മൾ ഓർക്കാറില്ല ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടായിരുന്നു എന്ന്. ചിതറിക്കിടന്ന ശബ്ദങ്ങളെ കോർത്ത് അതിനൊരു വ്യാകരണവും ലിപിയുമുണ്ടാക്കി നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്ന ആ മുത്തശ്ശനെ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. എന്നാൽ തുഞ്ചൻ പറമ്പ് അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭാഷയെന്നത് വെറും ആശയവിനിമയ ഉപാധിയല്ല, അതൊരു സംസ്കാരമാണ്, തിരിച്ചറിയലാണ്. സുഹൃത്തുക്കളെ, ഈ കഥ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിച്ചു പറയാം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നത് വെറുമൊരു പേരല്ല, അതൊരു യുഗമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഒരു ജനത നടത്തിയ യാത്രയുടെ പേരാണത്. അദ്ദേഹം കൊളുത്തിവെച്ച ആ വിളക്ക് കാറ്റിലും മഴയിലും കെട്ടുപോകാതെ ഇന്നും കത്തുന്നു. ഓരോ തവണ നമ്മളൊരു പുസ്തകം തുറക്കുമ്പോഴും ഓരോ തവണ ഒരു കുട്ടി ആദ്യാക്ഷരം കുറിക്കുമ്പോഴും എഴുത്തച്ഛൻ വീണ്ടും ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ പാഠമെന്താണെന്നോ? മാറ്റം കൊണ്ടുവരാൻ വലിയ അധികാരമോ പണമോ വേണമെന്നില്ല. ആത്മാർത്ഥമായ ആഗ്രഹവും
കഠിനാധ്വാനവുമുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ പോലും ചരിത്രം തിരുത്തിക്കുറിക്കാൻ സാധിക്കും. ഒരു പനയോലയും ഇരുമ്പ് നാരായവും മാത്രം വെച്ച് അദ്ദേഹം പടുത്തുയർത്തിയത് അക്ഷരങ്ങളുടെ ഒരു സാമ്രാജ്യമാണ്. ആ സാമ്രാജ്യത്തിൽ ജാതിയില്ല, മതമില്ല, ഉച്ചനീചത്വങ്ങളില്ല. ഉള്ളത് അറിവിൻ്റെ വെളിച്ചം മാത്രം. ഇനി നമുക്ക് പതിയെ വിശ്രമത്തിലേക്ക് നീങ്ങാം. തിരൂരിലെ ആ മണൽത്തരികൾ ഇപ്പോൾ തണുത്തിട്ടുണ്ടാകും. അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് ആ കാഞ്ഞിരമരത്തിലെ ഇലകളെ തഴുകി കടന്നു പോകുന്നുണ്ടാകും. അങ്ങ് ദൂരെ ചിറ്റൂരിലെ മഠത്തിൽ ആ പഴയ നാരായം വിശ്രമിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉറക്കമില്ലാത്ത രാത്രികളിൽ അത് ഓലകളിൽ ഉരസുമ്പോഴുണ്ടായ ശബ്ദം ഇപ്പോൾ നിലച്ചിരിക്കുന്നു. പക്ഷേ ആ ശബ്ദമുണ്ടാക്കിയ അലയൊലികൾ ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. നിങ്ങളുടെ മുറിയിലെ വെളിച്ചം മങ്ങി വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? പുറത്തെ ലോകത്തിൻ്റെ ബഹളങ്ങൾ ഓരോന്നായി അടങ്ങുകയാണ്. ചരിത്രം അതിൻ്റെ ഏടുകൾ മടക്കി വയ്ക്കുന്നു. എഴുത്തച്ഛൻ തൻ്റെ കിളിയോട് ഇനി ഉറങ്ങിക്കോളൂ എന്ന് പറയുന്ന സമയം ആ പച്ചക്കിളി ചിറകുകൾ മടക്കി കാഞ്ഞിരമരത്തിൻ്റെ സുരക്ഷിതമായ കൊമ്പിൽ ചേക്കേറുന്നു. അക്ഷരങ്ങൾ അവയുടെ കൂട്ടിലേക്ക് മടങ്ങുന്നു. മനസ്സ് ശാന്തമാകട്ടെ. വലിയ വലിയ ചിന്തകളും ചോദ്യങ്ങളുമെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഈ നിമിഷം സമാധാനം മാത്രം. ഒരു വലിയ നദി ഒഴുകിയൊഴുകി സമുദ്രത്തിൽ ചേരുന്നതുപോലെ നമ്മുടെ ചിന്തകൾ ഉറക്കത്തിൻ്റെ വലിയ സമുദ്രത്തിലേക്ക് ഒഴുകി ലയിക്കട്ടെ. കേട്ട കഥകളെല്ലാം മനസ്സിൻ്റെ ഒരു കോണിൽ ഭദ്രമായിരിക്കട്ടെ. അറിവിൻ്റെ ഭാരം ഇറക്കിവെച്ച് ലളിതമായ സുന്ദരമായ ഒരു ഉറക്കത്തിലേക്ക് നിങ്ങൾക്ക് വഴുതി വീഴാം. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞു. ഇനി ശാന്തി പർവ്വമാണ്. ആശ്വാസത്തിൻ്റെ തണുത്ത കാറ്റ് നിങ്ങളെ പുനരുന്നു. കണ്ണിമകൾക്ക് ഭാരം കൂടുന്നു. ശ്വാസം ആഴത്തിലാകുന്നു. എല്ലാം ശുഭമാണ്. എല്ലാം ശാന്തമാണ്. ആ പഴയ കിളിപ്പാട്ടിൻ്റെ ഈണം പോലെ ഒരു താരാട്ടുപാട്ട് ദൂരെ നിന്ന് കേൾക്കുന്നതായി തോന്നാം. അത് നിങ്ങളെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തും. അവിടെ ആ സ്വപ്നങ്ങളിൽ അക്ഷരങ്ങൾ പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കുന്നുണ്ടാകും. മണൽത്തരികൾ സ്വർണമായി തിളങ്ങുന്നുണ്ടാകും. അവിടെ ഭയമില്ല, സങ്കടങ്ങളില്ല. അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിൽ സുരക്ഷിതമായി നിങ്ങൾക്ക് ഉറങ്ങാം. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.
ും